സ്വസ്തി പൂഷാ സ്വസ്തി നസ്താക്ഷ്യോ സ്വസ്തി നോ ബൃഹസ്പതി ദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇന്ദ്ര എന്നുള്ളതിന് ഗണേശത്തിലൊക്കെ വരുമ്പം ഈശ്വരൻ തന്നെയാണ്. ഇന്ദ്രൻ ഈശ്വരൻ തന്നെയാണ് അർത്ഥം. ഗണേശത്ത് മുഴുവനും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഇന്ദ്രനെ കുറിച്ച്. ഈ പുരാണം വരുമ്പോഴാണ് ഇന്ദ്രനെ ഒരു വല്ലാത്ത കഥാപാത്രമാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മുണ്ടകോപനിഷത്താണ്. മൂന്ന് ഖണ്ഡമാണ് ആകെയുള്ള, മൂന്ന് മുണ്ടകമാണ് ആകെയുള്ള. ഇതിൽ മൂന്നാം മുണ്ടകമാണ്. മൂന്നാം മുണ്ടകത്തിലെ പ്രഥമ ഖണ്ഡം കുറേ തീർന്നു. തൃതീയ മുണ്ടകം ആദ്യം പഠിച്ചത് കൊണ്ട് നമുക്ക് തുടങ്ങും. ഒന്നാം മുണ്ടകം മുതൽ സുപർണാം സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതി തയോരന്യപിപ്പലം സ്വാദ്വത്തി അനസ്നന്യോ അഭിജാഗശീ സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ അനീശയാ ശോചതി മുഹ്യമാനഃ ദുഷ്ടം യദാ പശ്യത്യന്യമീശം അസ്യ പുമാനവിദീതശോഭഃ യദാ പശ്യതേ രുക്മവർണം തഥാരമീശം പുരുഷം ബ്രഹ്മയോനിം തദാ വിദ്വാൻ പുണ്യപാപേ വിഭൂയ നിരഞ്ജന പരമം സാമ്യമുപൈതി. വിജാനൻ വിദ്വാൻ ഭവതേനാദിവാദി ആത്മക്രീഡ ആത്മരിക്രിയാവാൻ സത്യേന ലഭ്യസ്തപസാ ഹ്യേഷാത്മാ സമ്യക് ജ്ഞാനേന ബ്രഹ്മചര്യേണ നിത്യം അന്തഃശരീരേ ജ്യോതിർമയോ വിശുദ്ധോ യം പശ്യന്തി യതയ ക്ഷീണദോഷാഃ. സത്യമേവ ജയതി ജ്ഞാനകം സത്യേന ബന്ധാ വിതതോ ദേവയാനഃ യേനാക്രമം ദൃശയോ യാത്രകാമാഃ യത്ര തത്സത്യസ്യ പരമം വിജ്ഞാനം. ബൃഹജ്ജഗദ്ദിവ്യമചിന്യരൂപം സൂക്ഷ്മതരം ദുർഭാതി ദൂരാദൂരേ നരിഹാന്തികേ ശിർഷുഹൈവ ശീലം ഗുഹായാം. ദേവൈസ്തപസാ കർമ്മണാ വാ ജ്ഞാനപ്രസാദേന വിശുദ്ധസത്വസ്തതസ്ഫുടം പശ്യതേ നിഷ്കളങ്കം ധ്യായമാനം. ഏഷോരാത്മാ ചേതസാ വേദിരവ്യോ യസ്മിൻ പ്രാണപഞ്ചധാ സംവിശേഷ പ്രാണൈശ്ചിത്തം സർവമൂർത്തം പ്രജാനാം യസ്മിൻ വിശുദ്ധേ വിഭവത്യേഷ ആത്മാ. യം യം ലോകം മനസാ സംവിഭാതി വിശുദ്ധസത്വകാമേയാംശ്ച കാമാൻ തം തം ലോകം ജയതേ താംശ്ച കാമാൻ. ഓരോന്നിലും നമുക്ക് മനനം ചെയ്യത്തക്ക മനനം ചെയ്യാനുള്ള ഒരു വഴി പറഞ്ഞു ഓരോ ഖണ്ഡത്തിലും. അപ്പോൾ ഇതിലെ ദ്വാസുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതെ തയോരന്യ പിപ്പലം സാധുവത്തി അനസ്മിന്നന്യോ അഭിജാകശീതി. രണ്ട് സുവർണം എപ്പോഴും ഒരുമിച്ചിരിക്കുന്നവർ, ഒരേ രീതിയിൽ അറിയാൻ കഴിയുന്നവർ. ഇങ്ങനെ രണ്ട് പക്ഷികൾ സമാനം വൃക്ഷം പരിഷസ്, ഒരേ വൃക്ഷത്തിലിരിക്കുകയാണ്. പരിഷസ്വജാതെ ആലിംഗനം ബദ്ധരായിട്ട് ഒരേ വൃക്ഷത്തിൽ രണ്ട് പക്ഷികളിരിക്കുന്നു. അതിൽ അന്യ പിപ്പലം സ്വാദ്വത്തി, ഒരെണ്ണം പിപ്പലം എന്ന് പറഞ്ഞാൽ പിപ്പലം എന്നുള്ളതിന് അതിൻ്റെ ഫലം
പക്ഷേ നമ്മുടെ കർമ്മഫലം എന്ന് ഇവിടെ അർത്ഥം. എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തോ അതെല്ലാം സ്വാദോടുകൂടിയാണ് കഴിക്കുന്നത്. സ്വാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇത് നല്ല സ്വാദായിട്ട് കഴിക്കുക അങ്ങനെയല്ല. എന്താണോ അതിൻ്റെ ഫലം. നല്ല ഫലമാണെങ്കിൽ സുഖം ഉണ്ടാകും. ചീത്ത കർമ്മമാണ് ദുഷ്കർമ്മമാണ് ഇതിന് ദുഃഖം ഉണ്ടാകും. അപ്പോൾ സുഖമോ ദുഃഖമോ അനുഭവിക്കുന്നുണ്ട്. ഇത് അനുഭവിക്കുമ്പോൾ നമ്മുടെ കർമ്മഫലം അനുഭവിക്കുന്നത് സുഖമായിട്ടും ദുഃഖമായിട്ടുമാണ് അനുഭവം. സ്വാതത്തി അനശ്നന്യോ അപ്പിചാകശീലി. രണ്ട് പക്ഷികളിൽ ഒരാളിങ്ങനെ കർമ്മഫലങ്ങളൊക്കെ അനുഭവിക്കുന്നു, ഒരാൾ ഒന്നും അനുഭവിക്കുന്നില്ല, ചെയ്യുന്നുമില്ല, വെറുതെ നോക്കിയിരിക്കുന്നു. വിചാരശീലി വെറുതെ ഇങ്ങനെ നോക്കി. രണ്ട് പക്ഷി. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. സമാനേ വൃക്ഷം എന്ന് പറഞ്ഞാൽ ശരീരമാണ്. ഈ വൃക്ഷത്തിൽ ഈ ശരീരത്തിൽ അതിസൂക്ഷ്മമായി ഈശ്വരനും ജീവനും ഒരുമിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. അല്ലാതെ വേറെ ഇല്ല. ആ ഭഗവാന്റെ ആ ഈശ്വരൻ്റെ ഒരു അംശമാണ് ജീവൻ. നമ്മൾ ഇത് തന്നെ പഠിച്ചല്ലോ. തീപ്പൊരി വലിയ തീകുണ്ടത്തിൽ നിന്ന് തീപ്പൊരി പോരുന്നത് പോലെയാണ് ജീവൻ. ആ ജീവൻ ഇത് രണ്ടും ഒരുമിച്ച് അങ്ങനെ ഈ ശരീരത്തിലിരിക്കുന്നു. ഒരാൾ ഭക്ഷിക്കുന്നു, ഒരാൾ ഒന്നും ഭക്ഷിക്കാതെ നോക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നാൽ പശ്യതേ രുക്മവർണ്ണം കർത്താരമീശം പുരുഷം ബ്രഹ്മയോനും. ഇതിൻ്റെ ഈ ഭുജിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് പ്രപഞ്ചം ഉണ്ടാക്കി അതിൻ്റെ കർത്താവ് ആരാണ്? ഈശ്വരനാണ്. പുരുഷം ബ്രഹ്മയോനി. പുരുഷൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണനായ ഈശ്വരനാണ് ബ്രഹ്മയോനിം. അത് ബ്രഹ്മമാകുന്ന കാരണം എന്നും പറയാം, ബ്രഹ്മാവിന് കാരണമെന്നും പറയാം. ബ്രഹ്മാവും രണ്ടാണല്ലോ. അത് നമുക്ക് പലപ്പോഴും എനിക്ക് തെറ്റിയിട്ടുണ്ട് ധാരാളം. ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്. ബ്രഹ്മാണോ പുല്ലിംഗമാണ്. അതായത് മറ്റേത് ബ്രഹ്മ, അവിടെ ദീർഘമില്ല. ബ്രഹ്മിണി ബ്രഹ്മാണി എന്നിങ്ങനെ നവംസരിയാണ്. അതുകൊണ്ട് ഇവിടെ ബ്രഹ്മാവിന് കാരണമെന്നും ബ്രഹ്മമാകുന്ന കാരണം എന്നും അർത്ഥം പറയാം. അങ്ങനെ ബ്രഹ്മമാകുന്ന കാരണം, ബ്രഹ്മമുള്ളതുകൊണ്ട് ബ്രഹ്മത്തിലാണല്ലോ ഇതെല്ലാം കൽപ്പിതമായിരിക്കും, അധിഷ്ഠാനമായിരിക്കും. അല്ലെങ്കിൽ ബ്രഹ്മാവിനും കാരണമായിരിക്കും. രണ്ടർത്ഥത്തോടെ ചേരുന്നതാണ് പുരുഷൻ. സർവത്ര നടന്നിരിക്കുന്ന ആ കർത്താവായിരിക്കുന്ന ഈശ്വരൻ, സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിസ്ഥിതി ലയ കർത്താവായിരിക്കുന്ന ഈശ്വരൻ. അതെങ്ങനെയാണ്? രുക്മവർണ്ണം. രുക്മം സ്വർണ്ണം ഒരിക്കലും നശിക്കുന്നില്ല, അതിന് കേടുപാട് വരുന്നില്ല. സ്വർണ്ണം അങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇവിടെ അതുപോലെ നല്ല തിളക്കമാണ്. രുക്മവർണ്ണം എന്നിവിടെ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും നശിക്കാതെ എപ്പോഴും ജ്യോതിസ്വരൂപമായി സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മം കർത്താവ്. യഥാ പശ്യഹ. ഒരാൾ ആരാണ് ഈ കഴിക്കാതെ ഒന്നും ഭക്ഷിക്കാതിരിക്കുന്ന ആളെന്ന് അന്വേഷിക്കുക. ആ ആള് പശ്യഹ. അങ്ങനെ അന്വേഷിക്കുന്ന ആൾ ആരാണോ രുക്മവർണ്ണം കർത്താരമീശം പുരുഷം ബ്രഹ്മയോനിം പശ്യതേ. ഈ ഒരിക്കലും നശിക്കാതെ എപ്പോഴും ജ്യോതിസ്വരൂപമായിട്ട് ഒരിക്കലും ഒരു മാറ്റവുമില്ലാതെ സ്വയം ജ്യോതിസായിട്ടിരിക്കുന്ന ആ ഈശ്വരനെ അറിയുന്നത് പശ്യതേ. എപ്പോഴാണ് കാണുന്നത്, എപ്പോഴാണ് അറിയുന്നത്. തഥാ വിദ്വാൻ പുണ്യപാപേ വിധൂയ നിരഞ്ജന പരമം സാമ്യോപൈതി. ഇപ്പോൾ അങ്ങനെ അറിയുന്ന വിദ്വാൻ പുണ്യപാപേ വിധൂയ. അതിൽ ഈ പുണ്യവും പാപവും എന്ന് പറഞ്ഞ ഒരെണ്ണത്തിൻ്റെ രണ്ട് വശങ്ങളെന്നേ ഉള്ളൂ. പുണ്യമുണ്ട് പാപമുണ്ട്, ദ്വൈതമാണ്. അപ്പോൾ ഇവിടെ പുണ്യവും പാപവും ഇല്ലാതാകുന്നു. നിരഞ്ജന, ഒന്നിനോടും രഞ്ജിപ്പില്ലാതെ പരമം സാമ്യം ഉപൈതി. എപ്പോഴും ഒരേപോലെ സമത, ഒരു ഏറ്റക്കുറച്ചില്ല എപ്പോഴും നിൽക്കുന്നു. ആ ഒരു ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഭാഷയൊക്കെ വായിച്ചുകൊണ്ട് അതിൻ്റെ വായിക്കാത്തതുകൊണ്ട് ഇത്രയും പറയുകയാണ്. പ്രാണോ ഹേഷ യസ് സർവഭൂതേ വിഭാതി. സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ അനീശയാ ശോചനി മുഖ്യമാനഃ. ദുഷ്ടം യഥാ പശ്യത്യന്യമീശം അസ്യ മഹിമാനേതി ഉയിതശോക. അത് സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നഃ. സമാനമായ, അതായത് ഒരേ ഒരു വൃക്ഷത്തിൽ രണ്ട് പുരുഷന്മാരിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പുരുഷൻ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷൻ അനീശയാ ശോചതി.
ഒന്നിലും ഒരു ഈശിത്വം, ഒന്നിനെയും നിയന്ത്രിക്കാനുള്ള കഴിവില്ല. അപ്പം നമുക്ക് ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചാൽ ഈശ്വരൻ കൂടെ വിചാരിക്കണം, അല്ലാതെ ഒന്നും വരാൻ പറ്റത്തില്ല. നമ്മൾ എത്ര വിചാരിച്ചാലും വരാൻ പറ്റും. അപ്പം അങ്ങനെ ആരാ അനീശയെ, ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ലാതെ, ഒന്നിനും നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മൾ ഇന്ന ചെയ്യാം എന്ന് വെച്ചാൽ ചെയ്യാൻ സാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അവിടെ രാധാകൃഷ്ണൻ അമ്പലത്തിൻ്റെ മണ്ടയിലോട്ട് കയറി, അമ്പലം നോക്കാൻ പോവോ, അമ്പലമെന്ന് പറഞ്ഞു, അവിടെ കയറി ഉടനെ താഴെയോട്ടൊന്ന് വീണു, മരിച്ചും പോയി എന്ന് പറഞ്ഞ പോലെ നമുക്ക് അനീശ, ഒന്നിലും നമുക്കൊരു സ്വാതന്ത്ര്യമില്ല. ഞാൻ ഇന്നതുപോലെ ചെയ്യും അല്ലെ ചെയ്യത്തില്ല എന്ന് വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. നമ്മൾ ചെയ്യേണ്ടതാണ് അത് ചെയ്യിച്ചിരിക്കും, ചെയ്യേണ്ടതാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അത് മുടങ്ങിപ്പോകും. അതുകൊണ്ട് അനീശയാ ശോചതി, ഈ മനുഷ്യർ അനീശ, ഒന്നിലും സ്വാതന്ത്ര്യമില്ലാതെ മുഖ്യമാനഹ, മോഹിച്ച് ശരിയേത് തെറ്റേത് എന്നൊക്കെ ഇങ്ങനെ തിരിച്ചറിയാൻ വയ്യാതെ ഇരിക്കുന്നു. ആ ജീവൻ ജുഷ്ടം യഥാ പശ്യത്തി അന്യമീശൻ, അയാൾ ജുഷ്ടം നല്ലപോലെ സേവിക്കുക, ഈശ്വരനെ നല്ലപോലെ സേവിക്കുമ്പോൾ അന്യമീശം പശ്യതി, തന്നെ അങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്ന ഈശ്വരനെ അറിയുന്നു. അപ്പോൾ എന്താ അറിയുന്നത്? അസ്യ മഹിമാനമിത് വീതശോകം, ഈ അറിവ് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം ഈശ്വരൻ്റെ മഹിമാനമായിരുന്നു, അദ്ദേഹത്തിൻ്റെ മഹിമയായിരുന്നു, അല്ലെ മായയായിരുന്നു എന്ന് മനസ്സിലാക്കും. ഇതാ പശ്യതേ രുക്മവർണ്ണം കർത്താരമീശം പുരുഷം ജന്മയോനി തഥാ വിദ്വാൻ പുണ്യപാപേ വിധൂയ നിരഞ്ജന പരമം സ്വാമി കൈതി പ്രാണോ ഹ്യേഷ യസ് സർവഭൂതൈർവിഭാതി വിജാനൻ വിദ്വാൻ ഭവതേനാദിവാദി ആത്മക്രീഡ ആത്മരതിക്രിയാവാൻ ഏഷ ബ്രഹ്മവിദാം വരിഷ്ഠഃ. അദ്ദേഹമാണ് ബ്രഹ്മവിദാം വരിഷ്ഠൻ, ബ്രഹ്മത്തെ അറിഞ്ഞവർ. ബ്രഹ്മത്തെ അറിവിലും അറിയാൻ പറ്റും, പക്ഷേ ഏതെങ്കിലും ഒരു വാക്കിലത് പറയണമല്ലോ, നമ്മളെ മനസ്സിലാക്കണമല്ലോ. ഇപ്പം ബ്രഹ്മത്തെ അറിയുന്ന ആളുകളിൽ വരിഷ്ഠൻ, ഏറ്റവും ശ്രേഷ്ഠനായത് ഇവരാണ്. ആരാണ്? പ്രാണോഹ്യേഷ യസ് സർവഭൂതൈർ വിഭാതി, യഹ സർവഭൂതൈർ വിഭാതി, യാതൊരുവനാണോ എല്ലാ ഭൂതങ്ങളിൽ കൂടിയും എല്ലാ വസ്തുക്കളിൽ കൂടിയും ഇങ്ങനെ വിഭാതി, അനേക രീതിയിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കും. വിഭാതി വിശേഷേണ പ്രകാശിക്കും. കാരണം സാമാന്യ പ്രകാശം നമുക്കറിയാൻ സാധിക്കില്ല, വിശേഷ പ്രകാശമേ അറിയുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഒരാളെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വിശേഷമായിട്ടുള്ള ഒരറിവാണ്. ആ അറിവ് അങ്ങനെ വിശേഷമായിട്ട് സർവഭൂതങ്ങളിലും കൂടി അറിയപ്പെടുന്നത് യാതൊരുവനാണ്. അത് പ്രാണഹ, ഏഷ പ്രാണഹ, അത് പ്രാണൻ, അതായത് പ്രാണൻ ഈശ്വരനർത്ഥം, ഈശ്വരൻ്റെ ഒരു പ്രാണൻ ഉണ്ട്. പ്രാണസ്യ പ്രാണഹ വിജാനൻ വിദ്വാൻ ഭവതേ നാദിവാദി, ഇങ്ങനെ സർവഭൂതങ്ങളിലും കൂടി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്, വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഈശ്വര സ്വരൂപമാണെന്ന് അറിയുന്ന ഒരാൾ ഭവതേ നാദിവാദി, ഭവതേ അതിവാദി, അധികമൊന്നും പറയാൻ പോകില്ല, അതിവാദം നമ്മൾ പറയല്ലേ, അതിവാദം, അതിപ്രസംഗം എന്നൊക്കെ പറയും. അവർ അധികമൊന്നും പറയുന്നില്ല, ഒന്നും പറയാനില്ല അവർ പിന്നെന്താണ് ചെയ്യുന്നത്? ആത്മക്രീഡ ആത്മരതി ക്രിയാവാൻ ഏഷ ബ്രഹ്മവിദാന്നരിഷ്ടം. ആത്മക്രീഡനായിരിക്കും. ഇപ്പം എന്തെങ്കിലും ക്രീഡ, വെളിയിലുള്ള സാധനം കൊണ്ട് കളിക്കുന്നതിനാണ് ക്രീഡ എന്ന് പറയുന്നത്. ഇപ്പം വെളിയിലുള്ളത് ആണെങ്കിലും ഈശ്വര സ്വരൂപം തന്നെയാണ്. ആത്മരതി, മനസ്സും അവരുടെ ഈശ്വരൻ ആ ബ്രഹ്മത്തിൽ തന്നെ രമിക്കും. അദ്ദേഹത്തിൻ്റെ ക്രിയ ഇതാണ്, ക്രിയാവാൻ. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ ആത്മക്രീഡ ആത്മരതി. അങ്ങനെയുള്ള ആളാണ് ബ്രഹ്മവിദാം വരിഷ്ഠ. ചിലരതിനൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ. ആത്മക്രീഡ ആത്മരതി ക്രിയാവാൻ, അതായത് ബ്രഹ്മനിഷ്ഠയോടുകൂടി കർമ്മങ്ങൾ ചെയ്യും. ബ്രഹ്മനിഷ്ഠയോടുകൂടി താൻ കർത്താവല്ല എന്നറിയുന്നതാണല്ലോ ബ്രഹ്മനിഷ്ഠ. താൻ ബ്രഹ്മമാണ്, അല്ല ഞാനാണെന്ന് വിചാരിച്ചിരിക്കുന്ന അഹങ്കാരം പോയിട്ട് താൻ ആ ബോധസ്വരൂപമാണെന്ന് ഉള്ള നിർണയമാണ് ശരിക്കും. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഈ അറിയുന്നതിലെ അറിയപ്പെട്ടതിനെ എല്ലാം അങ്ങോട്ട് മാറ്റിയാൽ ഞാൻ മാത്രം ഇരിക്കും. അത് നിർവിശേഷമായ അറിവാണ്. അതാണ് ശരിയായ
എൻ്റെ ലക്ഷ്യം ഞാനിപ്പം ഇങ്ങനെ ഞാനാണെന്നുള്ള അനുഭവം ലക്ഷ്യം അതാണ് എന്ന് അറിയുന്നതാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മനിഷ്ഠയിൽ ഇരുന്നുകൊണ്ട് ക്രിയാവാനാകാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഒരാൾ ഈ പല ബ്രഹ്മനിഷ്ഠന്മാരും ക്രിയാനിഷ്ഠന്മാരും നമ്മൾ അറിയുന്ന പല പ്രവൃത്തികളിൽ അങ്ങനെ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തു, പിന്നെ സ്വാമികൾ എത്ര എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തു, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഞാനിത് ചെയ്യുന്നു എന്നുള്ള എൻ്റെ നിയോഗവിധി ഞാൻ ചെയ്യുന്നു, അതിൽ കവിഞ്ഞൊരു അഹങ്കാരം അവർക്ക് കാണത്തില്ല. ഞാൻ ചെയ്യുന്നു എന്നുള്ളവരാണ് അവർക്ക് കാണും. അത് തൻ്റെ കർമ്മ അനുസരിച്ച് വന്നു ചേർന്ന നിയോഗം ഈശ്വര നിശ്ചയം അത് നമ്മൾ ചെയ്യുന്നു എന്നുള്ള ബുദ്ധിയോടുകൂടി അതിൽ അഹന്ത വയ്ക്കാതിരിക്കും. സത്യേന ലഭ്യ തപസാഹേഷാത്മാ സമ്യജ്ഞാനേന ബ്രഹ്മചര്യേണ നിത്യം അന്തഃശരീരേ ജ്യോതിർമയോ വിശുദ്ധോ യം പശ്യന്തി യദ ക്ഷീണദോഷ. ഇനി അവിടെ മുതലാണ് നമുക്ക് എടുക്കേണ്ടത്. സത്യേന ലഭ്യ തപസാ ഹി ഏഷ ആത്മാ സമ്യജ്ഞാനേന ബ്രഹ്മചര്യേണ നിത്യം അന്തഃശരീരേ ജ്യോതിർമയ ഹി ശുഭ്രഃ യം പശ്യന്തി യതയ ക്ഷീണദോഷാഹ. അപ്പം ദുഷ്ടം യഥാ പശ്യതി എന്ന് പറഞ്ഞല്ലോ. അപ്പം എങ്ങനെയാണ് ഇങ്ങനെ സേവിക്കേണ്ടത്, ഭഗവാനെ സേവിക്കേണ്ടത് എങ്ങനെയാണ്, അതെങ്ങനെയാണെന്ന് പറയും. സത്യേന സത്യമായിട്ട് സത്യമായിരിക്കണം. നമ്മളൊന്ന് പറഞ്ഞു കൊണ്ടുപോകും. സത്യം എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റമില്ലാത്തത്. സത്യേന ലഭ്യ ആ ഒരിക്കലും മാറ്റമില്ലാത്ത വസ്തുവിനെ സാക്ഷാത്കരിക്കാൻ പല വഴികളും ശ്രുതി പറഞ്ഞിട്ടുണ്ട്. ആ ശ്രുതി പറഞ്ഞിരിക്കുന്ന പന്ഥാവിൽ കൂടി പോവുക. സത്യേന ലഭ്യ അങ്ങനെ പോയാൽ ഈ ആത്മാവിനെ അറിയാൻ സാധിക്കും. സത്യേന ലഭ്യ തപസാ ലഭ്യ തപസ്സുകൊണ്ട് ലഭിക്കും. തപസ്സെന്ന് പറഞ്ഞാൽ അനേക തരത്തിലുള്ള തപസ്സിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ആരണ്യത്തിലൊക്കെ അനേക തപസ്സുകൾ അഗ്നി ഇപ്പം അതിൻ്റെ അകത്തും നമ്മൾ കാണിച്ച അഗ്നിക്കകത്ത് തപസ് ചെയ്യുന്നത് കുംഭമേളയിൽ നിൽക്കുന്നു. അങ്ങനെ അഗ്നിയുള്ള തപസ് വെള്ളത്തിലിറങ്ങി നമ്മുടെ നീലകണ്ഠ സ്വാമി വെള്ളത്തിലിറങ്ങി കാലത്ത് തപസ് ചെയ്തിട്ടുണ്ട്, ദീപം നടത്തിയിട്ടുണ്ടെന്ന് വായിച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള തപസ്സുണ്ട്. അങ്ങനെ അനേക രീതിയിലുള്ള തപസ്സുണ്ട്. പക്ഷേ ശരിയായ തപസ്സെന്ന് പറയുന്നത് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രത. മനസ്സേന്ദ്രിയാണാം ഹി ഏകാഗ്രം പരമം തപഃ. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ തപസ്സെന്ന് പറയുന്നത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഏകാഗ്രത. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഏകമായ അഗ്രത്തോടു കൂടിയ, അഗ്രം എന്ന് പറഞ്ഞാൽ ഫലം എന്നാണ്. അപ്പോൾ ആ ഏകമായ ഒരേ ഒരു വസ്തുവിൽ മനസ്സിനെ ഉറപ്പിച്ച് കുറച്ചു നേരമെങ്കിലും നിർത്താൻ സാധിക്കുന്നതാണ് ഏകാഗ്രമായ തപസ്. അതാണ് ശരിയായ തപസ്. ഇതിൻ്റെ രണ്ടിനെ ഏകാഗ്രമായിട്ട് നിർത്താൻ സാധിക്കുന്നു. അതാണ് ശരിയായ തപസ്. അതുകൊണ്ട് തപസ്സാ ഹ്യേഷ ആത്മാ ലഭ്യ സമ്യജ്ഞാനേന ലഭ്യ. സമ്യജ്ഞാനം ശരിയായ അറിവ്, ഒരു ശാസ്ത്രവിധി പ്രകാരമുള്ള അല്ലെങ്കിൽ ശാസ്ത്രം പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുള്ള ശരിയായ അറിവ്, സത്യമായ അറിവ്. സത്യം പറഞ്ഞാൽ മാറ്റമില്ലാത്ത വസ്തുവിനെക്കുറിച്ചുള്ള അറിവ്. സത്യേന സമ്യജ്ഞാനേന ബ്രഹ്മചര്യേണ. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അഷ്ടവിധത്തിലാണ് അബ്രഹ്മചര്യം. അഷ്ടവിധം ഭക്തിക്ക് 8 അംഗങ്ങളല്ലേ, അല്ല 9ാമത്തെ നവതാഭക്തി. നവതാഭക്തി ഇവിടെ 8ആണ്. അതിനോട് ചേർന്ന് വരും ഈ 8ൻ്റെ വ്യാഖ്യാനം വരുമ്പോഴും. അപ്പം 8 രീതിയിലുള്ള മൈഥുനത്യാഗമാണ് ബ്രഹ്മചര്യം. അതായത് ഈ മനസ്സിന് ഏറ്റവും ഇളക്കം തട്ടുന്നത് ഈ അബ്രഹ്മചര്യം കൊണ്ടാണ്. അതുകൊണ്ട് അതിൽ നിന്ന് വിരമിച്ചിരിക്കുക. ബ്രഹ്മചര്യേണ നിത്യം. ഇതൊക്കെ ഒരു ദിവസം ചെയ്താൽ പോരാ, നിത്യം സ്ഥിരമായിട്ട് ചെയ്യണം. സ്ഥിരമായിട്ടുള്ള സത്യം. സത്യേന ലഭ്യ നിത്യം സമ്യജ്ഞാനേന ലഭ്യ ബ്രഹ്മചര്യേണ ലഭ്യ. എവിടെയാണ് കിട്ടുന്നതെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. അന്തഃശരീരേ ജ്യോതിർമയോ ഹി ശുഭ്രോ യം പശ്യന്തി യതയ ക്ഷീണദോഷാഃ. അന്തഃശരീരേ ജ്യോതിർമയ ഹി ശുഭ്രഃ. അന്തഃശരീരെ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയാണ് കിട്ടുന്നത്. നമ്മുടെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരം, ഹൃദയം എന്ന് പറയുമെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ
മനസ്സ് ജാഗ്രത്തിൽ ശിരസിലാണ് ഇരിക്കുന്നത്. ജാഗ്രതത്തിലല്ലേ ഇതൊക്കെ ചിന്തിക്കാനും പറയാനും പറ്റുള്ളൂ. അപ്പോൾ ആ ശിരസിലിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിൽ അവിടെ ഉണ്ടാകുന്ന സകല വിഷയങ്ങളെയും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജ്യോതിസാണ് ഈ ആത്മാവ്. ശുഭ്ര, ഒരു വിഷയസ്പർശവും ഇല്ലാത്തതാണ്. ശുദ്ധമാണ്, ശുദ്ധം, വെളുത്തത്, ശുദ്ധം. ശുദ്ധം എന്താണ്? അന്ധകരണത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്ന വിഷയസ്പർശം ഇല്ലാതിരിക്കും. ഒരു വിഷയസ്പർശവും ഇല്ലാതെ ആ അന്ധകരണം കേവല ബോധസ്വരൂപമായി തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. അന്തഃശരീരേ ജ്യോതിർമയോ ഹി ശുഭ്ര യം പശ്യന്തി യതയ ക്ഷീണദോഷ. ഈ ഞാനെന്നുള്ള നമ്മുടെ അനുഭവത്തിലേ ഞാൻ അറിയുന്നു അല്ല, അറിയപ്പെട്ടതിനെയൊക്കെ മാറ്റി കഴിയുമ്പോൾ ഈ ഞാൻ എന്നുള്ളത് അവിടെ ഉണ്ട്. അത് തന്നെ വെറുതെ നമുക്ക് നോക്കി അറിയാൻ പറ്റത്തില്ല. ശാസ്ത്രാചാര്യോപദേശ ശമദമാതി സംസ്കൃതം മനേവാത്മദർശന കരണം എന്നാണ് ഗുരുവായൂർ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു അറിവുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജാഗ്രതയായാലും സ്വപ്നത്തിലായാലും വിഷയങ്ങളുണ്ട്. സുഷുപ്തിയിലും ഉണ്ട് അറിയുന്നില്ല എന്നൊരു വിഷയം, അവിദ്യ. ഇതിനെല്ലാം സാക്ഷിയായിട്ടൊരു ബോധമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. മറ്റെല്ലാ വിഷയങ്ങളും പോയി കഴിയുമ്പോഴും യാതൊന്നാണോ പ്രകാശിക്കുന്നത്, അത് യാതൊന്നാണോ ഉള്ളത്, ഇതിനെ ഈ ഉണ്ടെന്നുള്ളതിനെയും ഇല്ല എന്നുള്ളതിനെയും വെളിവാക്കിക്കൊണ്ട് നിൽക്കുന്നത് യാതൊരറിവാണ്. ഇതാണ് സത്യം എന്ന് ബോധിക്കാൻ സാധിക്കും. ഈ സംസ്കൃതമായ മനസ്സാണെങ്കിൽ അവർക്ക് ആ മനസ്സുകൊണ്ട് ആ ആത്മസ്വരൂപത്തെ അറിയാൻ സാധിക്കും. അവിടെ നമ്മുടെ ഗീതയിലെ ഒരു കഥയുണ്ടല്ലോ, ഗീത സമാധിയെക്കുറിച്ചൊരു കഥയുണ്ട്. എത്രോപരമതേ ചിത്തം വിരുദ്ധം യോഗസേവയ എത്ര ദൈവാത്മാനം പശ്യൻ ആത്മനി പശ്യതി. അതെ, ആത്മനി പശ്യതി. ആത്മാവിനെ ആത്മാവ് കൊണ്ട് അറിയുന്നു. ആത്മാവിനെ അറിയാൻ ബുദ്ധിയാണ് കാരണം. അപ്പോൾ ആ ബുദ്ധി കൊണ്ട് ആ വളരെ സംസ്കൃതമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായി ആ ബുദ്ധി നടത്തും. സംസ്കൃതം എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ സംസ്കരിച്ച് മറ്റൊന്നുകൂടി ഇല്ലാതാക്കി. അപ്പോൾ ആ അതിസൂക്ഷ്മമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് ആ വസ്തു അവിടെ പ്രകാശിക്കുന്ന ചൈതന്യത്തെ അറിയാൻ സാധിക്കും. അങ്ങനെ ആപ്തകാമഃ ജ്യോതിർമയോ ഹി ശുഭ്രോ യം പശ്യന്തി യതയ ക്ഷീണദോഷാഃ. ദോഷങ്ങളെല്ലാം മാറുക. ദോഷം മാറുക എന്ന് പറയുന്നത് ആ വിഷയപ്രതീതി അസ്തമിക്കുക എന്നർത്ഥം. സകല വിഷയപ്രതീതികളും അസ്തമിച്ച് ഒരു വിഷയം ഇല്ലാതെ ഇരിക്കുന്ന ആ ജ്ഞാനസ്വരൂപത്തെ അറിയാൻ സാധിക്കും. അതിന് നമ്മൾ ഇതെല്ലാം ചെയ്യണം. പക്ഷെ ഇവിടെ സത്യമായ വസ്തുവിനെ സാക്ഷാത്കരിക്കാൻ അനേക മാർഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അനുകൂലമായൊരു മാർഗത്തെ എടുക്കുക. അതിൽ തപസ് ഉറപ്പിക്കുക, മനസ്സിനെയും ബുദ്ധിയെയും ഉറപ്പിക്കുക, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സമ്യക് ജ്ഞാനം സമ്പാദിക്കുക, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തു കഴിയുമ്പോൾ ആത്മസ്വരൂപത്തെ അറിയാൻ സാധിക്കും എന്നത് നമ്മൾ പഠിച്ചു. സത്യമേവ ചേതി നാനുകം സത്യേന ബന്ധാവിഗതോ ദേവയാനഃ യേനാക്രമന്തി വിഷയോ ഹ്യാപ്തകാമാഃ യത്ര തത്സത്യസ്യ പരമം നിധാനം. സത്യം ഏവ ചേതി ന അനർത്ഥം. സത്യേന ബന്ധ വിതതഃ ദേവയാനഃ യേന ആക്രമന്തി ഋഷയഃ ഹി ആപ്തകാമാഃ യത്ര തത്സത്യസ്യ പരമം നിധാനം. ആപ്തകാമനായിരിക്കണം. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ മനസ്സെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. മനസ്സ് ആ ആഗ്രഹത്തിന് പുറകെ ചലിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഈ ഒന്നിൽ ഇങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ സത്യമേവ ജയതി, സത്യമാണ് ജയിക്കുന്നത്. അത് വ്യാവഹാരികമാണെങ്കിലും ആധ്യാത്മികമാണെങ്കിലും സത്യമാണ് ജയിക്കുന്നത്. അപ്പം വ്യാവഹാരികമായിട്ടൊരു സത്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ആധ്യാത്മികമായൊരു സത്യമുണ്ട്. ആധ്യാത്മികമായ സത്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റമില്ലാത്ത വസ്തു, അതാണ് സത്യം. ആ സത്യമേവ ജയതി, അതാണ് ജയിക്കുന്നത്. അതായത് അതാണ് ഒരിക്കലും അതിന് മാറ്റം വരുന്നില്ല, ഒരു രീതിയിലും അതിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല.
അങ്ങനെ ആ മാർഗത്തെ പിന്തുടരുന്ന ഒരാൾ അയാൾക്കാണ് ഇതിൽ വിജയമുണ്ടാകുന്നത്. അനർത്ഥം. അത് ഇന്നൊന്ന് ചെയ്തു, നാളെ ഒന്ന് ചെയ്തു, ഇന്നിച്ചിരി ഉപനിഷത്ത് പിടിച്ച്, നാളെ കുറച്ച് എന്താ പിന്നെ ഈ ഇവരുടെ തന്ത്രപ്രകാരം കുറച്ച് ചെയ്തു, ഇന്ന് ഒരു ദേവിയെ ഉപാസിച്ചു, നാളെ ഒരു ശിവനെ ഉപാസിച്ചു, അങ്ങനെയൊന്നും ചെയ്താലൊന്നും എവിടെയെങ്കിലും ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിന്ന് ആരുടെയും കുറ്റമല്ല, നമുക്കൊരെണ്ണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് ചെയ്താൽ പറ്റുമെന്ന് ഉമേഷ് പറയാം, അപ്പോൾ ഞാനത് ചെയ്യാൻ പറ്റും. അല്ല, ഇതാണ് ശരിയെന്ന് മുരളി പറഞ്ഞ ഉടനെ ഞാനത് വിട്ടിട്ട് അത് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒരു വഴിയെ തുടർന്ന് പോകാൻ സാധിക്കത്തില്ല, ഒരു വഴിയേ പോകണം. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വരാൻ, ഇവിടെ നിന്ന് ഇറങ്ങി കറങ്ങി പോയാൽ ഇവിടെ എത്താൻ വലിയ പ്രയാസം. അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നാലേ ഇവിടെ എത്തുള്ളൂ. അതുപോലെ നമ്മൾ ഒരു പന്ഥാവ് സ്വീകരിച്ച് അതിലേ തന്നെ പോകണം. അത് ശ്രുതിസമ്മതമായിരിക്കണം. ശ്രുതിസമ്മതമായ ഒരു വഴി നമ്മൾ സ്വീകരിച്ചാൽ ആ വഴിയെ നേരിട്ട് പോകണം. നേരെ അതിനെന്തൊക്കെയാണ് ആചാര്യന്മാർ എങ്ങനെയൊക്കെ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ പോകണം. സത്യമേവ ജയതി അനർത്ഥം. സത്യേന പന്ഥ വിദതോ ദേവയാന. ഈ സത്യമായ പന്ഥാവിൽ കൂടി പോകുന്നവർ, സത്യത്തെ അന്വേഷിച്ച് ശ്രുതി പറഞ്ഞിരിക്കുന്ന പന്ഥാവിൽ കൂടി പോകുന്ന ആളിന് വിദതോ ദേവയാന, ദേവയാനം ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. പിന്നെ അവിടെ ഒരിക്കലും അടയ്ക്കത്തില്ല, പക്ഷേ അവിടെ ചെല്ലുകയാണ്, അത് തുറന്നുകൊണ്ടേയിരിക്കും. ഏനാക്രമന്തി ഋഷയോ ഹി ആപ്തകാമാഹ. ആപ്തകാമാഹ ഋഷയ, ആപ്തകാമന്മാർ. ഇനി ആപിച്ച കാമത്തോടു കൂടി ഒരു ആപ്തകാമം. അപ്പോൾ എല്ലാം ഇനി എനിക്കൊന്നും സാധിക്കാനില്ല, ആഗ്രഹമില്ല. അങ്ങനെയുള്ള ആളുകൾ ഏന ആക്രമന്തി, ഏതൊരു വഴിയാണോ അവിടെ ചെന്ന് ചേർന്നത് അവിടെ എങ്ങനെയുള്ളതാണ്. എത്ര തൽ സത്യസ്യ പരമം നിധാനം. ആ സത്യത്തിൻ്റെ പരമം നിധാനം, ഈ സാധനകൾ അനുഷ്ഠിക്കുന്ന ഒരു ഫലമുണ്ടല്ലോ, ആ പരമമായ ഫലം എവിടാണോ നിധാനം, നിധീയത, നിധാനം എവിടാണോ സ്ഥാപിച്ചിരിക്കുന്നത്. നിധാനം എന്നുള്ള നല്ല എന്താ ഇവിടെ അർത്ഥം പറയുന്നത്? നിധാനം പരമമായ നിധി, നിധിയാണല്ലോ. നിധി എവിടെ സൂക്ഷിച്ചിരിക്കുന്നോ അവിടെ ചെല്ലും. എവിടെയാണോ നിധിയെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും അവിടെ ചെല്ലും. ഉത്കൃഷ്ടമായ നിധി, ഉത്കൃഷ്ടമായ പരമം നിധാനം. ആ ഉത്കൃഷ്ടമായ സത്യം എവിടെയാണോ ഉള്ളത്, എവിടെയാണോ ഉള്ളത് അവിടെ ചെല്ലും. ഏതാ സത്യത്തെ സാക്ഷാത്കരിക്കുന്ന ചുരുക്കം അർത്ഥം. അപ്പം സത്യം ആ സത്യമായ വസ്തുവിനെ അന്വേഷിച്ച് ആ വഴിയെ കൂടി പോയാൽ അവർക്ക് ആ പരമമായ സത്യം എവിടെയാണോ അവിടെ ചെന്ന് ചേരാൻ സാധിക്കും. സത്യമേവ ജയതി നാനർത്ഥം. സത്യേന പന്ഥ വിദതോ ദേവയാന. യേനാക്രമന്തി ഋഷയോ ഹ്യപ്തകാമാ. യത്ര തൽ സത്യസ്യ പരമം നിധാനം. ബൃഹച്ച തദ്ദിവ്യമചിന്യരൂപം സൂക്ഷ്മാച്ച തൽ സൂക്ഷ്മതരം വിഭാതി. ദൂരാൽ സുദൂരേ തദികാന്തികേ ച പശ്യൽസുരൈവ നിഹിതം വിഭായാം. ബൃഹത് ച തത് ദിവ്യം അചിന്യരൂപം സൂക്ഷ്മാത് ച തത് സൂക്ഷ്മതരം വിഭാതി. ദൂരാത് സുദൂരേ തത് ഇഹ അന്തികേ ച പശ്യൽസു ഇഹ ഏവ നിഹിതം വിഭായാം. നിഹിതം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയാം. നിഹിതം. ബൃഹച്ച, ബൃഹത് ഏറ്റവും വലുത്, സർവവ്യാപിയായിരിക്കുന്ന ഈ ബ്രഹ്മം ഏറ്റവും ബൃഹത്താവുന്നു. ഇതിനേക്കാളും വലുതൊന്നുമില്ല. ഇതിലാണ് സർവസ്വം ഇരിക്കുന്നത്, അധിഷ്ഠിതമായിരിക്കുന്നത്. അത് ദിവ്യം, അത് ദിവ്യമാണ്. ഒരിക്കലും അതിൻ്റെ കാന്തി നഷ്ടപ്പെടുന്നില്ല. ആ പ്രഭ, അത് സ്വയം പ്രഭമാണ്. എപ്പോഴും ആ പ്രഭയുണ്ടായിരിക്കും. അചിന്ത്യരൂപം, മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ വിഷയമല്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല. അചിന്ത്യരൂപം, നമുക്കൊരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പം നമ്മളിങ്ങനെ എന്താ, അല്ലാതെ ഒന്ന് ചിന്തിക്കാനോ ഒന്നും സാധ്യമല്ല നമുക്കതിനെക്കുറിച്ച്. ചിന്തിരൂപം സൂക്ഷ്മാത ച തൽ സൂക്ഷ്മതരം.
ഏറ്റവും സൂക്ഷ്മത്തെക്കാളും സൂക്ഷ്മതരമാണ്. അതീവ സൂക്ഷ്മമാണ്. അപ്പം വലുതാണെന്ന് ചോദിച്ചാൽ വലുതാണ്. പ്രപഞ്ചമാണ്. പ്രപഞ്ചം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ല. പ്രപഞ്ച സ്വരൂപമായിട്ട് ഈശ്വരനെ ധ്യാനിക്കും. അങ്ങനെ ധ്യാനിച്ച് കുറേ കഴിയുമ്പോൾ നമ്മൾ ആ മനസ്സിലൊരു ഈശ്വരൻ്റെ കൃഷ്ണൻ്റെ ഒരു രൂപം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു. ആ രൂപത്തിൽ ധ്യാനിക്കുക. ആ രൂപത്തിൽ ഉറയ്ക്കുന്നവരെ നമ്മുടെ ആ ധ്യാനം കഴിയുമ്പോൾ ഈ പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചമാണ് ഈശ്വര സ്വരൂപം എന്ന സ്ഥൂല രൂപത്തെ വിചാരിക്കും. എന്ന് പറഞ്ഞ പോലെ ഇവിടെ സൂക്ഷ്മതരം വിഭാതി. ആ സൂക്ഷ്മതരമാണ്. അതുവരെ ആ സൂക്ഷ്മതരമായ വസ്തുവിൽ നമ്മുടെ മനസ്സ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ അധിഷ്ഠിതമാണെന്ന് സ്ഥൂലമായിട്ടുണ്ട്. സൂക്ഷ്മാച്ചതൽ സൂക്ഷ്മതരം വിഭാതി ദൂരാൽ സുദൂരേ നമ്മൾ വളരെ ദൂരം എന്ന് വിചാരിക്കുന്നതിനേക്കാളും ദൂരത്താണിത്. കാരണം ഒരു വിധത്തിൽ അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ലല്ലോ. തദിഹാന്തികേജ, എന്നാൽ ഇവിടെ അന്തശരീരത്തിലിരിക്കുന്നതാണ് അത് ഏറ്റവും അടുത്ത്. പശ്യേത്സു ഇഹ ഏവ നിഹിതം ഗുഹായ. ഇങ്ങനെയുള്ളതിന് പശ്യേത്സു കാണുന്നവർക്ക് ഇഹയേവ നിഹിതം ഗുഹായം. ഇഹയേവ ഇവിടെ തന്നെ. നമ്മൾ ദൂരെ എങ്ങും പോകണ്ട. നമ്മൾ അന്ധകരണത്തിൽ തന്നെ സകല വിഷയങ്ങളെയും സൂക്ഷ്മവും സ്ഥൂലവുമായ സകല വിഷയങ്ങളെയും വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ സ്വയം പ്രഭമായി ജ്യോതിസായി നിൽക്കുന്നത്. യാതൊരു ചൈതന്യമാണ്, യാതൊരു അറിവാണ്. ആ ചൈതന്യം തന്നെയാണ് ബ്രഹ്മം. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊന്നും ചിന്തിക്കാനൊന്നുമില്ല. ഈശ്വരനുള്ളപ്പോഴാണ് ഞാനുള്ളത്. ഈശ്വരനില്ല, ദൈവനുമില്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഭാഷ്യത്തിൽ ഒരിടത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ബ്രഹ്മം, ഈശ്വരൻ, ജീവൻ, ദേവനല്ല ദേവത. ഇതിൻ്റെ എല്ലാ അർത്ഥവും നമ്മൾ മനസ്സിലാക്കണം ഈ പ്രകരണ ഗ്രന്ഥത്തിൽ. അപ്പോഴാണ് വ്യത്യാസം അറിയുന്നത്. ഈശ്വരനും ബ്രഹ്മം ഒന്നാണെന്നൊക്കെ അല്ലേ നമ്മളങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. നിയേജ പശ്യരിസു ഇഹയേവ നിഹിതം ഗുഹായം. ഇവിടെ തന്നെ അറിയാൻ സാധിക്കുന്നു. ഇവിടെ ഗുഹായം നിഹിതം, നമ്മുടെ അന്ധകരണത്തിൽ, അന്ധകരണ ഗുഹയിൽ. അന്ധകരണം നമ്മൾ ബൃഹദാരണ്യത്തിൽ ഇതിൽ പഠിച്ചതാണ്, ചാന്തോക്യത്തിൽ. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ശിരസിലാണ് അന്ധകരണം. ശിരസിലാണ് പ്രവർത്തിക്കുന്നത്. അന്ധകരണത്തിലാണ് സർവവും പ്രകാശിക്കുന്നത്. അന്ധകരണം പ്രവർത്തിക്കുന്നത് നമ്മുടെ ശിരസിലാണ്. ആ ശിരസിലിരുന്ന് ഗുഹായ, ആ അന്ധകരണ ഗുഹയിൽ നിഹിതമായിരിക്കുന്ന, അവിടെ ഇരിക്കുന്നു എന്നല്ല അർത്ഥം. അവിടെ അറിയാൻ സാധിക്കുന്നു. സർവത്ര അറിഞ്ഞിരിക്കുന്നതാണെങ്കിലും ഇവിടെ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അല്ലാതെ അവിടെ പോയി ഇവിടെ പോയി ഒന്നും കാണാൻ സാധ്യമല്ല. അപ്പം നമ്മുടെ ഹൃദയഗുഹയിൽ നമ്മൾ അറിയുന്ന സകല വിഷയങ്ങളെയും വെളിപ്പെടുത്തിക്കൊണ്ട് പ്രകാശിക്കുന്ന കഴിയുന്ന യാതൊന്നാണോ അതാണ് ശരിയായ ബ്രഹ്മസ്വരൂപം. അതെങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ ആ വിഷയങ്ങളെയെല്ലാം ഊതിപ്പെടുത്തും. ഇതിനെല്ലാം യാതൊന്ന് വിഷയങ്ങളെയാണോ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ആ വെളിപ്പെടുത്തുന്ന വിഷയങ്ങളെല്ലാം ഇല്ലാതായി കഴിയുമ്പോൾ ആ അറിവ് മാത്രം, ആ ചൈതന്യം മാത്രം അങ്ങനെ പ്രകാശിച്ചു. അതാണ് ശരിയായ സത്യം. അതാണ് സത്യം എന്ന് ബോധിക്കണം. അതാണ് ഈശ്വര സാക്ഷാത്കാരമെന്നും ബ്രഹ്മസാക്ഷാത്കാരമെന്നും പറയുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ വ്യവഹാരത്തിൽ അറിയുന്ന ഞാനെന്നുള്ളതും ഇതിൻ്റെ ഒരു വെളിപ്പെടലാണ്. ബൃഹത് മഹച്ച തൽ പ്രകൃതം ബ്രഹ്മ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രഹ്മസ്വരൂപം അത് ബൃഹത്താണ്, അത് മഹത്താണ്, വളരെ വലുതാണ്. സത്യാദി സാധനം സർവതോ വ്യാപ്തത്വാത്. ഇപ്പം സത്യാദി സാധനം ഏതിലും സത്യം എന്നുള്ള സാധനം കൊണ്ടാണല്ലോ അന്വേഷിക്കുന്നത്. സത്യമാണൊരു സാധനമായിട്ട് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അത് സർവത്ര നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ബ്രഹ്മം സർവത്ര ബൃഹത്താണ്, ഏറ്റവും വലുതാണ്, ദിവ്യം, സ്വയം പ്രഭം, അനിന്ദ്രിയഗോചരം. അത ഏവ ചിന്തയിതും ശക്യതേ അസ്യ രൂപം ഇതി അചിന്ത്യരൂപം. സ്വയംപ്രഭമാണ്, തനിയെയാണ്. അതിനെ ആരും പ്രകാശിപ്പിക്കുന്നു. സാഹചര്യമായിരുന്നു ഈ ഞാൻ എന്നുള്ളതിനെ നമ്മൾ ലൈറ്റ് അടിച്ച് പ്രകാശിപ്പിക്കുമല്ലോ. അത് തനിയാണ് പ്രകാശിക്കുന്നത്. ഞാൻ എന്നുള്ളൊരനുഭവം അത് തനിയെ നമുക്കുള്ളതല്ലേ. ആരും ഒരു വിധത്തിലും പ്രകാശിപ്പിക്കുന്നതല്ലല്ലോ.
സ്വയംപ്രഭം അനിന്ദ്രിയഗോചരം അത ഏവ ന ചിന്തയിതും ശക്യതേ. അനിന്ദ്രിയഗോചരം, ഒരു ഇന്ദ്രിയത്തിനും അതിനെക്കുറിച്ച് അറിയാൻ സാധ്യമല്ല. കണ്ടോ കേട്ടോ മണത്തോ തൊട്ടോ ഒന്നും അറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് അത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല, അതുകൊണ്ട് ചിന്തിക്കാനും സാധ്യമല്ല. ശക്യതേ അസ്യരൂപം ഇത് അചിന്ത്യരൂപം. സൂക്ഷ്മാത് ആകാശാദേരവി തൽ സൂക്ഷ്മതരം. ആകാശമാണ് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത്. ആകാശമാണ് ആദ്യം ഉണ്ടായ ഭൂതം, അതാണ് ഏറ്റവും സൂക്ഷ്മം. അതിനേക്കാളും സൂക്ഷ്മമാണ്. അതായത് ആകാശത്തിന് പോലും നിലനിൽപ്പ് കൊടുക്കുന്നത് ഈ ബ്രഹ്മമാകുന്നു, അതിലും സൂക്ഷ്മമാകുന്നു. ആകാശാദേരവി തൽ സൂക്ഷ്മതരം നിരതിശയം ഹി സൗക്ഷ്മ്യം അസ്യ സർവകാരണത്വാത്. ആകാശത്തിനും കാരണമായിരിക്കുന്ന ഈ ബ്രഹ്മം അതിനേക്കാളും സൂക്ഷ്മമാകുന്നു. വിഭാതി വിവിധം ആദിത്യ ചന്ദ്രാദി ആകാരേണ ഭാതി ദീപ്യത. അത് സൂക്ഷ്മതരം വിഭാതി എന്ന് പറഞ്ഞില്ല, അത് അത്രയും സൂക്ഷ്മമാണെങ്കിലും ഇത് അനേക രൂപത്തിൽ കൂടി പ്രപഞ്ച രൂപത്തിൽ വിശേഷേണ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. വിഭാതി അത് സൂര്യനായി, ചന്ദ്രനായി, നമ്മളായി, ഞാനായി, ആശ്രമമായി ഒക്കെ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ അതിൻ്റെ അകത്തുള്ള അസ്യമഹിമാനം മാത്രമാണ്, സത്യം ആ ബോധം മാത്രമാണ്. വിഭാതി വിവിധം ആദിത്യ ചന്ദ്രാദ്യ ആകാരേണ ഭാതി ദീപ്യതേ. കിംച ദൂരാത് വിപ്രകൃഷ്ടദേശാത് സുദൂരേ വിപ്രകൃഷ്ടതരേ ദേശേ വർത്തതേ. ഇപ്പം ദൂരാത് സുദൂരെ, വളരെ ദൂരം എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ നമ്മൾ, അതിനേക്കാളും ദൂരമാണ്. വിപ്രകൃഷ്ട വളരെ ദൂരമാണ്. ഒരേ ദേശേ വർത്തത അഭിദുഷാം. ഇത് ആർക്കാണിത് വളരെ ദൂരമായിട്ടിരിക്കും. കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ ചെന്ന് ഈശ്വരനെ അറിയുമെന്ന് വിചാരിച്ച് ഇങ്ങനെ സർവത്ര എന്തുവാ കേദാരം മുതൽ കന്യാകുമാരി വരെ ഓരോരുത്തർക്കും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ദൂരാ സുദൂരെ. അഭിദുഷാം അത്യന്ത അഗമ്യത്വാത് തദ്ബ്രഹ്മ. അവിദുഷ, ഈ വിഷയമൊന്നും അറിയാത്ത ആളിന് അവിദുഷ എന്ന് പറഞ്ഞുകൊണ്ട് വേദം പഠിക്കുക എന്നല്ല, ഈ വിഷയങ്ങൾ ഗ്രഹിക്കുക. ഇപ്പം പഠിച്ച ഒരാളിൽ നിന്ന് ഗ്രഹിക്കുക. അങ്ങനെ ഗ്രഹിക്കാത്ത ഒരാൾക്ക് ഇത് വളരെ ദൂരെയാകുന്നു, ദൂരാസു ദൂരെ. എന്നാൽ ഇഹ ദേഹേ അന്തികെ സമീപേജ വിദുഷാം ആത്മത്വാത്. വിദുഷാം ആത്മത്വാത്. വിദ്വാൻ എങ്ങനെയാണ് ഈ ഈശ്വരനെ അറിയുന്നത്? തൻ്റെ ആത്മാവായിട്ടാണ് അറിയുന്നത്. തനിക്ക് സത്ത കൊടുക്കുന്ന ആ വാസ്തവ വസ്തുവായിട്ടാണ് വിദ്വാൻമാരതിനെ അറിയുന്നത്. അപ്പോൾ അങ്ങനെ അതോ ഏറ്റവും അന്തരാത്മാവായിട്ടാണ് അറിയുന്നത്. അപ്പോൾ ഏറ്റവും സൂക്ഷ്മമാണ്. സമീപേച്ച വിദുഷാം ആത്മത്വാത്. വിദ്വാൻമാർ ആ ഈശ്വരനെ തൻ്റെ അതായത് തനിക്ക് സത്തയും സ്ഥിതിയും തരുന്നത് യാതൊന്നാണോ അതാണ് ഈശ്വരൻ. അപ്പോൾ തന്നെക്കാളും സൂക്ഷ്മമല്ലേ, അപ്പോൾ തൻ്റെ കൂടെ തന്നെയല്ലേ എന്നറിയണം. വിദുഷാം ആത്മത്വാത് സർവാന്തരത്വാച്ച ആകാശസ്യാപ്യന്തരശ്രുതേ. സർവാന്തരമാണ്, അതായത് ഏറ്റവും സൂക്ഷ്മം, എല്ലാറ്റിനും അധിഷ്ഠാനമാണ്. ഇപ്പോൾ സൂര്യപ്രകാശത്തിൽ നമ്മളൊക്കെ ഇരിക്കുന്നു. സൂര്യപ്രകാശം നമ്മൾ അറിയുന്നേയില്ല. പ്രകാശ രശ്മികളിലൂടെയൊക്കെ ഉണ്ടല്ലോ. ഒരു സ്ഥൂലമായൊരു ഉദാഹരണമാണെങ്കിലും ഇതിനെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ നമ്മളെ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ പരസ്പരം അറിയുകയും എല്ലാം ചെയ്യുന്നത് ഈ പ്രകാശം കൊണ്ട്. അപ്പം ആ ആകാശം എവിടെ ആ പ്രകാശം എവിടെ ഇരിക്കുകയെന്ന് വെച്ചാൽ ആകാശത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആകാശത്തിനും അധിഷ്ഠാനമായിരിക്കുന്നതാണ് ഈ അറിവ്, ഈ ചൈതന്യം. സർവാന്തരത്വാച്ച് ആകാശസ്യ അഭി അന്തരശ്രുതേ. അങ്ങനെ സർവാന്തരമാണെന്നുള്ള ശ്രുതിയുണ്ട്. സർവാന്തരം അത് ചാന്തോക്യോപനിഷത്തിലെ അല്ലേ അന്തരശ്രുതി. ഇഹ പശ്യൽസു, ഞാൻ മന്ത്രം ഓർക്കുന്നില്ല. ഇഹ പശ്യൽസു ചേതനാവൽസു
ഇത്യേതം നിഹിതം സ്ഥിതം ദർശനാദി ക്രിയാവത്വേന യോഗികർ ലക്ഷ്യമാണത്വാത്. നമ്മൾ കഴിഞ്ഞ ഉപനിഷത്തിൽ പഠിച്ചതായത് എങ്ങനെയാണോ ഇത്ര അറിയുന്നു കേൾക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഏതൊന്നാണോ ഈ ഇവിടെ നിന്നുകൊണ്ട് എല്ലാത്തിനെയും കാണുക കേൾക്കുക ഇതിനൊക്കെ ഈ ഞാൻ ഇതിനെ കേൾക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു അറിവുണ്ട്. അത് ഞാനല്ല പിന്നെ ആ അറിവ് ഞാൻ എന്നുള്ളത് അവിടെ ഒരു വൃത്തിയാണ്, അന്ധകരണ വൃത്തിയാണ്. ആ അന്ധകരണ വൃത്തി ഞാൻ ഇതിനെ എൻ്റെ പ്രമാണം, ഈ വസ്തുവിനെ അറിയുന്നു, വസ്തു പ്രമേയം. ഇപ്പോൾ കർത്താവ് കർമ്മം ക്രിയ ഈ മൂന്നിനെയും യാതൊന്നാണോ പ്രകാശിപ്പിക്കുന്നത് അതാണ് സത്യം, അതാണ് അറിവ്, അതാണ് ചൈതന്യം, ആത്മതത്വം. ഇഹ പശ്യൽസു ചേതനാപൽസു ഇത്യേതം നിഹിതം സ്ഥിതം ദർശനാദി ക്രിയാവത്വേന യോഗികർ ലക്ഷ്യമാണത്താൽ. അങ്ങനെയാണ് ലക്ഷ്യം. അതാണ് അഹം പ്രത്യയ ലക്ഷ്യമാണ് ആത്മാവ്. ഞാനല്ല, അഹം പ്രത്യയ ലക്ഷ്യമാണ്. അപ്പോൾ ഞാനെന്നുള്ള അറിവിന് ലക്ഷ്യം. കാരണം ഞാനെന്നുള്ളത് നമുക്കിങ്ങനെ ഒരു അനുഭവം തോന്നുകയാണ് അല്ലേ. അപ്പോൾ അത് മറ്റേടത്ത് തോന്നാൻ ന്യായമില്ല, തോന്നത്തില്ല. അവിടെ അങ്ങനെ ഒരു പ്രതീതിയൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അതല്ല സത്യം, അതിന് ലക്ഷ്യം. അപ്പോൾ ഞാനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഞാനല്ലാത്തതിനെയൊക്കെ തള്ളി ബാക്കി എന്താണോ ഉള്ളത് ഈ തള്ളാൻ പാടില്ലാത്ത ബാധാവധി ആണ് സത്യം എന്ന് ബോധിക്കും. ദർശനാദി ക്രിയാവത്വേന യോഗികർ ലക്ഷ്യമാണത്വാത് ഗുഹായാം. എവിടെയാണ് ലക്ഷീകരിക്കുന്നത്? ഗുഹായാം ബുദ്ധിലക്ഷണായാം. ബുദ്ധിയിലാണ് അറിയുന്നത്. നമ്മളന്ന് ചെന്നപ്പോൾ സ്വാമി പറഞ്ഞില്ലേ എല്ലാം ബുദ്ധിയാണ്. കൈകാൻ സമയരസം കാണാൻ പോയപ്പോൾ സ്വാമി എന്ന് പറഞ്ഞു കണ്ടൊരു സഭ നടന്നു, അവിടെ എല്ലാം ബുദ്ധിയുടെ വിശേഷമാണെന്ന് അവർ തീർച്ചപ്പെടുത്തിയിരുന്നത്. ഗുഹായാം ബുദ്ധിലക്ഷണായ തത്ര ഹി നിഗൂഢം ലക്ഷ്യതേ വിദ്വത്. തത്ര ഹി നിഗൂഢം ലക്ഷ്യത. അത്ര നിഗൂഢമാണ്, വളരെ വെച്ചാൽ അത്ര സൂക്ഷ്മമാണ്. അതിനെ സാധാരണ വെറുതെ പോയി ഒന്നും അറിയാനൊന്നും സാധ്യമല്ല. നിഗൂഢമായിട്ടിരിക്കുകയാണ്. നിഗൂഢമായതിനെ കണ്ടുപിടിക്കണമെങ്കിൽ തപസ ബ്രഹ്മചര്യേണ സമ്യജ്ഞാനേന ഒക്കെ മാത്രമേ സാധിക്കുകയുള്ളൂ. തഥാപി അവിദ്യാസമൃതം സൻ ന ലക്ഷ്യതേ തത്രസ്ഥമേവ അവിദ്വത്തി. എല്ലാവർക്കും അവരവരുടെ ഗുഹയിലിരുന്ന് ഈശ്വരനില്ല എന്നുള്ളതിനെയും തൻ്റെ അറിവിനെയും ഈശ്വരനില്ല എന്നുള്ള അറിവ് നമുക്കുണ്ട്. ആ അറിവിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഈശ്വരനാണ്. അങ്ങനെയുള്ള ആളിനെ ഈ അവിദ്വാന്മാരറിയുന്നില്ല. വിദ്വാൻ എന്ന് പറഞ്ഞാൽ ഈശ്വര സ്വരൂപത്തെ അറിയുന്ന അവിദ്വാൻ എന്ന് പറഞ്ഞാൽ ഇത്രയും സാഹിത്യം പഠിച്ചു എന്ന് പറഞ്ഞാൽ വിദ്വാൻ എന്ന് പറയാൻ സാധിക്കത്തില്ല ഉപനിഷത്തിൻ്റെ ഭാഷയിൽ. ചിന്ത്യരൂപം സൂക്ഷ്മാച്ചതൽ സൂക്ഷ്മതരം വിഭാതി ദൂരാൽ സുദൂരേരധികാന്തികേ ചുഹൈവഹിതം വിഹായാം. ന ചക്ഷുഷാ ഗൃഹ്യതേ നാഭിവാച നാന്യൈർദേവൈസ്തപസാ കർമ്മണാ വാ ജ്ഞാനപ്രസാദേന വിശുദ്ധസത്വസ്തതസ്തു തം പശ്യതേ നിഷ്കളം ധ്യായമാനഃ. എങ്ങനെ ആ ഒരു സാക്ഷാത്കാരം നേടണമെന്ന് പല രീതിയിൽ പറഞ്ഞ് നമുക്ക് മനനം ചെയ്യത്തക്ക പല കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പം ഒന്ന് ഉപസംഹരിക്കുക. ന ചക്ഷുഷാ ഗൃഹ്യതേ നാഭിവാച ന ചക്ഷുഷാ ഗൃഹ്യതേ നാഭിവാച ന അന്യൈഃ ദേവൈഃ തപസാ കർമ്മണാ വാ ജ്ഞാനപ്രസാദേന വിശുദ്ധസത്വഃ തതഃ തു തം പശ്യതേ നിഷ്കളം ധ്യായമാനഃ. ന ചക്ഷുഷാ ഗൃഹ്യതേ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. നാഭിവാച കുറേ അതിനെപ്പറ്റി പ്രസംഗിച്ചെന്നും പറഞ്ഞു അതിനെ സാക്ഷാത്കരിക്കാൻ സാധ്യമുണ്ട്. ന അന്യൈഹി ദേവൈഹി മറ്റ് ദേവതകളെ കൊണ്ടും അറിയാൻ സാധ്യമല്ല. അതായത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. മറ്റ് ദേവതകളെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളാണ്. ദേവത ഇന്ദ്രിയമാണ്. ഇന്ദ്രിയത്തിലാണല്ലോ ഒരു അറിവ് വരുന്നത്. ഇപ്പോൾ കണ്ണിൽ കാഴ്ച എന്നൊരറിവുണ്ട്. അതുകൊണ്ട് അത് ദേവതയായിട്ടാണ് ഇവിടെ വിമർശത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 5 ദേവതകൾ. ഈ 5 ദേവതകളെ കൊണ്ടും ഈ ആത്മതത്വത്തെ അറിയാൻ സാധ്യമല്ല. വാക്കുകൊണ്ടും അറിയാൻ സാധ്യമല്ല. സപ്തർഷികളിൽ ഒരാൾ വാക്കാണ്. ആ വാക്കുകൊണ്ടും അറിയാൻ സാധ്യമല്ല. അന്യൈഹി ദേവൈഹി മറ്റൊരു ഇന്ദ്രിയത്തെ കൊണ്ടും അറിയാൻ സാധ്യമല്ല. തപസ് ചെയ്തും അറിയാൻ സാധ്യമല്ല. തപസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത് വളരെ ചാന്ദ്രായണം
വൃച്ഛയാന്ത്ര ചാന്ദ്രായണ അങ്ങനെയൊക്കെ ഞാൻ വലിയ പിന്നെ ഒരുപാട് വിധത്തിലുള്ള തപസ്സുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ആത്മാവിനെ അറിയാൻ സാധ്യമല്ല. തപസ കർമ്മണാവ കുറേ കർമ്മങ്ങൾ ചെയ്തു. കർമ്മകാണ്ഡത്തിൽ ഒരുപാട് വിധ കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ കർമ്മങ്ങൾ കൊണ്ടും സാധ്യമല്ല. ഈ കർമ്മങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലും ഫലം ഉണ്ടാകുന്നതിന് പകരം ശാസ്ത്രീയമായ കർമ്മം ചെയ്ത് ശാസ്ത്രീയമായി എൻ്റെ ഫലം അനുഭവിക്കുക എന്നുള്ള രീതിയിലാണ് വേദം കർമ്മത്തെക്കുറിച്ച് പറഞ്ഞത്. കർമ്മണാവ അല്ലാതെ ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള ഇതിലല്ല. ഇങ്ങനെ കുറേ കർമ്മം ചെയ്ത് അന്ധകരണ ശുദ്ധി വരുമ്പോൾ പിന്നെ മറ്റേ ഈശ്വര അന്വേഷണം നടത്തും. പിന്നെ എങ്ങനെ അറിയണം? ജ്ഞാനപ്രസാദേന ജ്ഞാനം പ്രസാദിക്കും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ബുദ്ധി പ്രസാദിക്കുകയാണെങ്കിൽ ബുദ്ധി വിഷയമില്ലാതായിരിക്കും. ബുദ്ധി നിർവിഷയമാകും. അങ്ങനെ നിർവിഷയമായ ബുദ്ധി കൊണ്ട് വിശുദ്ധ സത്വ വിശുദ്ധമായ അന്ധകരണത്തോടു കൂടിയതിന് ആ വിശുദ്ധമായ വിഷയസ്പർശമില്ലാത്ത അന്ധകരണത്തിൽ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു. തം പശ്യതേ നിഷ്കളം ധ്യായമാനഃ നിഷ്കളമായ ബ്രഹ്മത്തെ നിഷ്കളം എന്ന കലകളില്ലാത്ത അംശാംശഭാവമില്ലാത്ത വിഷയങ്ങളൊന്നുമില്ലാത്ത വിഷയസ്പർശമില്ലാത്ത ആ ആത്മസ്വരൂപത്തെ ധ്യാനിക്കുന്നവൻ ആ ബുദ്ധി നിർവിഷയമാകുമ്പോൾ അവിടെ ആത്മാവിനെ പശ്യതേ അറിയുന്നു. പശ്യെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണണമെന്നല്ല, അറിയുന്നു. യസ്മാത് ന ചക്ഷുഷാ ഗൃഹ്യതേ കേനചിത് അരൂപത്വാത് രൂപമില്ലാത്തതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. ഗൃഹ്യതേ വാച അനഭിധേയത്വാത് ഒരു പേരിട്ട് പറയാൻ പറ്റത്തില്ല. ഇതിനെ നമ്മൾ പരബ്രഹ്മമെന്നും അറിവെന്നും നിർവികൽപ്പ ബോധമെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും അതിൻ്റെ പേരല്ല. നമ്മുടെ വായിക്കൂടെ വന്നു കഴിയുമ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ സ്പർശം വന്നവിടെ. പിന്നെ എങ്ങനെ ഇതിനൊന്നും എന്തെങ്കിലും ഒന്ന് അഭിധാനം വേണമല്ലോ. അതൊരു സമയം പറഞ്ഞിരിക്കുന്നു അവിടെ നേതി എന്നുള്ളതല്ലാതെ ബ്രഹ്മത്തെ നിർദ്ദേശിക്കാനൊന്നും തന്നെയില്ല. ഏറ്റവും ബ്രഹ്മത്തെ നിർദ്ദേശിക്കാനുള്ള വഴി നേതി. ഇതെല്ലാം എന്ന് മാറ്റി ഇതല്ലാതെ ഇതൊന്നും അല്ലാത്തത് എന്താണോ അതാണ് ആത്മസ്വരൂപം. അതിനെ പറ്റത്തില്ല. ഗൃഹ്യതേ നാഭിവാച അനഭിധേയത്വാത് എന്നുവെച്ചാൽ അന്യൈഹി ദേവൈഹി ഇതരേന്ദ്രിയൈഹി മറ്റുള്ള ഇന്ദ്രിയങ്ങളുണ്ടോ അറിയാൻ സാധ്യമല്ല. തപസ്സഹ സർവപ്രാപ്തി സാധനത്വേവി ന തപസ്സാ ഗൃഹ്യത എന്തും സാധിക്കാൻ തപസ്സാണ്. അതിനാണ് ഈ പിന്നെ വേദത്തിലൊക്കെ ഈ തപസ്സിനെ കുറിച്ച് എന്തെങ്കിലും കാര്യം സാധിക്കാനെങ്കിൽ ശാസ്ത്രീയമായി സാധിച്ചു. അതിലെന്തെങ്കിലും ചെയ്യാതെ ഇപ്പം ഇതേ കയറി ഒരാളെ കൊന്നില്ലേ ശ്രീരാമൻ, പിന്നെ മരത്തെ കയറി കാലം കെട്ടി തപസ് ചെയ്ത ഒരാളെ കൊന്നിട്ട് ശംഭൂവ് അതുപോലുള്ള ഇപ്പം ഞാൻ എനിക്ക് ഒരാൾ തപസ് ഇച്ചിരി വഴി മാറിക്കോട്ടെ എന്നാലും തപസ്സല്ലേ ചെയ്യുന്നത്, ഇയാളെ എന്തിനായി കൊന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിന് ഒരു മറ്റുള്ളവർ അത് ഒരു പിന്നെ ഇതുപോലാണ് ചെയ്യേണ്ടത് എന്നതിനെ അനുകരിക്കേണ്ടത്. അതിങ്ങനെ ഒരു താമസമായ തപസ്സിനെ ആരെങ്കിലുമൊക്കെ അനുകരിക്കാതിരിക്കാനാണ് അദ്ദേഹം ചെയ്തതെന്ന്. അതുകൊണ്ട് സർവപ്രാപ്തി സാധനത്വേവി ന തപസാ ഗൃഹ്യതേ തപസ്സുകൊണ്ട് ആത്മാവിനെ ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. തഥാ വൈദികേനാഗ്നിഹോത്രാദി കർമ്മണ പ്രസിദ്ധ മഹത്വേനാപി ന ഗൃഹ്യതേ കർമ്മത്തിലേറ്റവും പ്രാധാന്യം ദിവസവും ചെയ്യുന്ന അഗ്നിഹോത്രമാണ്. അഗ്നിഹോത്രം കൊണ്ട് ബ്രഹ്മലോകത്തെ പ്രാപ്തി ഉണ്ടാകുമെന്നൊക്കെയാണ് വായിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ടും ഈ ആത്മാവിനെ പ്രാപിക്കാൻ സാധ്യമല്ല. കിം പുനസ്തസ്യ ഗൃഹ്യതേ സാധനമിത്യാഹ പിന്നെ അതിനെ ഗ്രഹിക്കാനുള്ള മനസ്സിലാക്കാനുള്ള സാധന ഏതാണ്? ജ്ഞാനപ്രസാദേന ജ്ഞാനം ശരിയായ ജ്ഞാനം ഉണ്ടാകണം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവബോധന സമർത്ഥമപി സ്വഭാവേന സർവപ്രാണിനാം ജ്ഞാനം ബാഹ്യവിഷയ രാഗാദി ദോഷകലുഷിത അപ്രസന്നം അശുദ്ധം സൻ അവബോധേതി നിത്യം സന്നിഹിതം അപ്യാത്മതത്വം മലാവനർത്ഥം ഇവ അദർശനാത്
അദർശനം വിലുളിതം ഇവ സലിലം ജ്ഞാനപ്രസാദേന ആത്മാവബോധന സമർത്ഥമതി. നമ്മുടെ ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധി ആത്മാവിനെ അറിയാൻ സാമർഥ്യമുള്ളതാണ്. ശരിക്കും ആ ബുദ്ധിക്ക് അറിയാം, ആ ബുദ്ധിക്ക് അറിയാൻ സാധിക്കും ഈ ആത്മാവിനെ. ആത്മാവബോധന സാമർഥ്യമുള്ളതാണെങ്കിലും സ്വാഭാവികന നമ്മുടെ മനസ്സിൽ നിന്ന് ഇതെല്ലാം കയറിയിരിക്കുകയല്ലേ, ഇങ്ങനെയുള്ള അനേക വിഷയങ്ങൾ കയറിയിരിക്കുക. അതെ, സർവപ്രാണജ്ഞാനം ബാഹ്യവിഷയ രാഗാദി ദോഷക വിഷയം. ബാഹ്യവിഷയങ്ങളിലോട്ടുള്ള രാഗം, ഓരോന്നും വേണമെന്നുള്ള ആഗ്രഹം, അതുകൊണ്ട് കലുഷിതമാണ്. നമ്മുടെ മനസ്സ് വളരെ കലങ്ങിയാണ് ഇരിക്കുന്നത്. ഓരോ വിഷയത്തിലുള്ള ആഗ്രഹം കൊണ്ട് കലങ്ങിയിരിക്കുന്ന മനസ്സ് അപ്രസന്നമാണ്. അത് ഈ അനേക വിഷയങ്ങൾ കയറിയിരിക്കുന്നതുകൊണ്ട് പ്രസന്നമല്ല, അപ്രസന്നമാണ്. പ്രസന്ന അശുദ്ധം സൻ അവബോധേതി നിത്യം അപ്രസന്നം അശുദ്ധം സൻ ബാഹ്യവിഷയ രാഗാദി ദോഷകലുഷിതം അപ്രസന്നം അശുദ്ധം സൻ. അങ്ങനെ ആണെങ്കിലും വാസ്തവത്തിൽ ബാഹ്യവിഷയ രാഗാദി ദോഷകലുഷിതവും അപ്രസന്നവും ആണ്. അതുകൊണ്ടെന്താണ് ന അവബോധേതി, ഈ ആത്മാവിനെ അറിയാൻ സാധിക്കുന്നില്ല. ന അവബോധേതി നിത്യം സന്നിഹിതം അഭി ആത്മതത്വം. ഈ നിത്യം സന്നിഹിതം, ഏറ്റവും അടുത്തിരിക്കുന്നതാണ്, അങ്ങനെ സന്നിഹിതമായിട്ട് അടുത്തിരിക്കുന്നതായ ആത്മാവിനെ അറിയാതെ നിത്യം ആത്മതത്വം മലാപനർത്ഥം. ഒരുപാട് ചെളികളൊക്കെ വന്നിങ്ങനെ കൂടിയിരിക്കുക. നഷ്ടം എന്ന് പറഞ്ഞാൽ കെട്ടുകയാണ്. ഈ അനേക ചെളി എന്തുവാണ് ചെളി എന്ന് പറയുന്നത്? എന്താണ്? വിഷയങ്ങളാണ്. വിഷയങ്ങൾ അത് സത്വഗുണമാകാം, രജോഗുണമാകാം, തമോ ഗുണമാകാം. ഏതെങ്കിലുമൊക്കെ വിഷയം കൊണ്ടത്. അപ്പോൾ നമ്മൾ നല്ല ഒരു കൃഷ്ണൻ്റെ രൂപം ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ മനസ്സ് പ്രസന്നമായിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാത്വിക വിഷയമാണ്, ഒരു വിഷയമാണ്. സന്നിഹിതമപി ആത്മതത്വം മലാവനർത്ഥം ഇവ ദർശനം ഇവ ആദർശനം. ഒരു കണ്ണാടി ഇങ്ങനെ ഒരുപാട് ചെളി പിടിച്ചിരുന്നാലേ അതിലോട്ട് നോക്കിയൊന്നും കാണാൻ സാധിക്കത്തില്ല. അതുപോലെ വേലുളിതം ഇവ സലിലം. നല്ല വെള്ളത്തിൻ്റെ വകയല്ല കലക്കൽ, മണ്ണ് വരുന്നതുകൊണ്ടാണ് കലകുന്നത്. അപ്പം ആ വെള്ളത്തിൻ്റെ കലക്കൽ പോലെയും ഒട്ടും ചെടി പിടിച്ച് ഇരിക്കുന്ന കണ്ണാടിയിലൊന്നും കാണാത്ത പോലെയും നമ്മുടെ മനസ്സ് അനേക വിഷയങ്ങൾ കൊണ്ട് കലുഷിതമായിരിക്കുന്നത് കൊണ്ട് ആത്മസ്വരൂപത്തെ അറിയാൻ സാധിക്കുന്നില്ല. ഇപ്പം നല്ല കലക്ക വെള്ളമാണെങ്കിലേ സൂര്യൻ ഉദിച്ചു നിന്നാലേ നമുക്ക് ആ വെള്ളത്തിൽ നോക്കിയാൽ കാണത്തില്ല, പ്രതിബിംബം കാണത്തില്ല. അതേസമയം നല്ല തെളിഞ്ഞ വെള്ളമാണെങ്കിൽ ആ പ്രതിബിംബം കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ മനസ്സ് വളരെ വിഷയരഹിതമാണെങ്കിൽ ആ അറിഞ്ഞിരിക്കണം വിഷയം. നേരത്തെ അവിടെ ജ്ഞാനപ്രസാദം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള അന്ധകരണത്തിൽ ആ ഈശ്വര പ്രതിബിംബം വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അതാണ് തൻ്റെ സ്വരൂപം, ശരിയായ സ്വരൂപം എന്ന് നിർണയിക്കുമ്പം ബാക്കി ഇതുവരെ കണ്ടതെല്ലാം തസ്യ മഹിമാനം അസ്യ മഹിമാനം എന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ മനസ്സിലാവുള്ളൂ, അതുവരെ നമ്മൾ സംശയമായിരിക്കും. സന്നവബോധേതി നിത്യം സന്നിഹിതം അപ്യാത്മതത്വം മലാവനർത്ഥം ഇവ അദർശനം വിലുളിതമിവ സലിലം തദ്യത ഇന്ദ്രിയ വിഷയ സംസർഗജനിത രാഗാദി മല കാലുഷ്യാപനയനാത് ആദർശ സലിലാത് ഇവ സലിലാദിവൽ പ്രസാദിതം സ്വച്ഛം ശാന്തം അവതിഷ്ഠതേ തഥാ ജ്ഞാനസ്യ പ്രസാദസ്യാത്. ജ്ഞാനപ്രസാദം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? തഥാ തത് യത് അതിതാണ് എന്നാണ്. തത് ഒരുപാട് പ്രയോഗമുണ്ട് നമ്മൾ വായിക്കുന്നത്. ആ പറഞ്ഞതൊക്കെ ഇതാണ്. ഇന്ദ്രിയ വിഷയ സംസർഗജനിത രാഗാദി മല കാലുഷ്യാപനയനാത്. അപ്പം നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് ഈ കാലുഷ്യം വന്നിരിക്കുന്നത്? ഇന്ദ്രിയ വിഷയ സംസർഗജനിത, സംസർഗം കൊണ്ടുണ്ടായ
ഇന്ദ്രിയ വിഷയ സംസർഗം കൊണ്ടുണ്ടായ, നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ കാണുന്നു, അതിനോടൊരു രാഗം, ഒരു മമത, ചിലപ്പോൾ അതൊരു ഒന്നും തോന്നിയില്ല, ചിലപ്പോൾ അതിനോടൊരു വിരോധം, എനിക്ക് ഇന്ന വിഷയം കൊണ്ടുവന്നാണ് ഒരു വിരോധം, എന്തെങ്കിലും ഒരു മനസ്സിനൊരു വികാരം അതുകൊണ്ടുണ്ടാകും. അങ്ങനെ ഇന്ദ്രിയ വിഷയ സംസർഗജം, ഇന്ദ്രിയവും വിഷയവും തമ്മിലുള്ള സംസർഗം കൊണ്ട് ഉണ്ടായതായ രാഗാദിമല കാലുഷ്യം, രാഗം മുതലായ കാലുഷ്യം, ഇത് ഒരു സന്തോഷം, അല്ലെങ്കിൽ മനസ്സിനൊരു ഇഷ്ടം, അല്ലെങ്കിൽ അത് വേണ്ട, അതിനോടൊരു ദേഷ്യം, എന്തെങ്കിലും ഒരു വികാരം ഉണ്ടാകുന്നു. അങ്ങനെ ജനിത രാഗാദി മല കാലുഷ്യാപനയനാണ്, അതിനെ അപനയിക്കണം, ഇല്ലാതാക്കണം. അപ്പോൾ എനിക്കൊന്നിനോട് ഇഷ്ടം തോന്നി, എന്തിനാണ് ഇഷ്ടം, അത് ഇഷ്ടത്തിന് എന്താണ് കാരണം, നമ്മളതിന് ചിന്തിച്ച് അതിൻ്റെയോട്ടുള്ള ആ ഒരു ആകർഷണം ഇല്ലാതാക്കണം, അതാണ് വൈരാഗ്യം. അപ്പോൾ അങ്ങനെ ഇല്ലാതാക്കി ഇന്ദ്രിയ വിഷയ സംസർഗ ജനിത രാഗാദി മല കാലുഷ്യാപനയനാഥ്. അപ്പം നമ്മുടെ മനസ്സിൽ അനേക വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. ആ അനേക വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഒന്നുകിൽ അതിലോട്ടൊരു ആസക്തി, അല്ലെങ്കിൽ അതിനോടൊരു വിരോധം, എന്തെങ്കിലും ഒരു പ്രതികരണം നമ്മുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു വാസനയെ, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ആ കലക്കം, മനസ്സിൻ്റെ ഇളക്കം, അതിനെ അപനയിക്കണം. ഇത് നമുക്കതിൻ്റെ ആവശ്യമുള്ളതല്ല എന്ന് നമ്മളത് എന്ന് മനസ്സിനെ പിൻവലിച്ച് അതിനെ അപനയിക്കണം, ആ കാലുഷ്യത്തെ ഇല്ലാതാക്കണം. കാലുഷ്യ അപനയനാത് ആദർശ സലിലാധിപത് പ്രസാദ്. കാലുഷ്യ അപനയനാത് ആദർശ സലിലാധിപത് പ്രസാദിതം. രണ്ടുദാഹരണം കൊണ്ട് പറഞ്ഞു. ആദർശം, ഒരുപാട് ചെളി വരണ്ടിരിക്കുന്ന കണ്ണാടി, ആ കണ്ണാടിയിലെ ചെളിയൊക്കെ കഴുകി കിടന്നു, ഇപ്പം നല്ലപോലെ കാണാം. അതുപോലെ നമ്മുടെ മനസ്സിൽ ഈ വിഷയങ്ങളോടുണ്ടായ ആ പ്രതിപത്തി അല്ലെങ്കിൽ വിരോധം, അതിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഈ കണ്ണാടി പോലെ ശുദ്ധമായിട്ട് വരും. സലിലം, വേറൊരു ഉദാഹരണം പറഞ്ഞാൽ സലിലം. വെള്ളം കലങ്ങി കിടക്കുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ പ്രതിബിംബം കാണുന്നില്ല. ഈ കലക്കലൊക്കെ മാറിക്കഴിയുമ്പോൾ നല്ലപോലെ പ്രകാശം. അതുപോലെ നമ്മുടെ വിഷയത്തോടുള്ള വിഷയം കൊണ്ടുണ്ടായ ആ കാലുഷ്യം മാറിക്കഴിഞ്ഞാൽ നല്ലതുപോലെ മനസ്സ് പ്രസാദിച്ചു കഴിഞ്ഞാൽ അവിടെ സലിലാധിപത് പ്രസാദിതം സ്വച്ഛം. ഇപ്പോൾ സ്വച്ഛമായിത്തീരും, ഇവിടെ ഒരു മാലിന്യവും ഇല്ലാതെ, ഒരിളക്കവുമില്ലാതെ അങ്ങനെ സ്വച്ഛമായിത്തീരും. ശാന്തം അവതിഷ്ഠത, ഒരിളക്കവുമില്ലാതെ ഉണ്ടെന്ന് അങ്ങനെ തന്നെ ഇളകാതെ നിൽക്കും. അവിടെ തഥാ ജ്ഞാനസ്യ പ്രസാദസ്യ, അവിടാണ് ജ്ഞാനപ്രസാദം ഉണ്ടാകുന്നത്. കാരണം വിഷയസ്പർശമേ ഇല്ലാതെ, ഇളക്കമില്ലാതെ, സാഹചര്യ ഭാഷ ഉണ്ടായിരുന്നു, ഇളക്കവും മയക്കവും ഇല്ലാതെ. ഇളകാതിരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകും, ഉറങ്ങാനും പാടില്ല. അങ്ങനെ ഇളക്കവും മയക്കവും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ യാതൊന്നാണ് സ്വയം പ്രകാശമായിരിക്കുന്നത്. അതിന് ഈശ്വരപ്രസാദം കൊണ്ട് മാത്രമേ അറിയാൻ സാധിക്കൂ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ ആത്മസ്ഥ ശ്ലോകം. സരസ്ഥിതി കൊണ്ട് ഈശ്വരപ്രസാദം കൊണ്ട് ആ ഒരു വിഷയം, കാരണം ഈശ്വരൻ അധീനമാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ഈശ്വരനെ മാറ്റി നിർത്തിയിട്ട് ഈശ്വരൻ സത്യമല്ല, ഈശ്വരൻ ഇങ്ങനെ മായോപഹിതനാണ്, അല്ല മായോപാധീയനാണ്, ഉപാധിയുണ്ട്, അതുകൊണ്ട് ഈശ്വരൻ സത്യമല്ല എന്ന് വിചാരിച്ച് നമുക്ക് അവിടെ ചെന്ന് ചേരാൻ പറ്റത്തില്ല. കാരണം നമ്മളും ആ മായയിലിരിക്കും, ആ മായയ്ക്ക് അധീനമാണ് സർവസ്വം. അപ്പം ആ ഈശ്വരൻ തന്നെ വിചാരിക്കണം നമ്മളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തുന്നത്. ആത്മഭാവസ്ഥോ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. ചക്ഷുഷാ ഗൃഹ്യത, ഇതിനായില്ലല്ലോ. തേന ജ്ഞാനപ്രസാദേന വിശുദ്ധസത്വഃ വിശുദ്ധാന്തഃകരണഃ യോഗ്യോ ബ്രഹ്മ ദ്രഷ്ടും യസ്മാത്
തത് തസ്മാത്തു തമാത്മാനം പശ്യതേ. പശ്യതി എന്ന് പറഞ്ഞതിനർത്ഥമാണ് ഉപലഭ്യത. എന്താ അവിടെ ഒരു വാക്ക് നമുക്ക് പറയാൻ പറ്റുന്നത്? എന്തെങ്കിലും ഒരു വാക്ക് നമ്മളെ ബോധിപ്പിക്കണമല്ലോ. കാണുന്നു എന്ന് പറഞ്ഞാൽ കാണുന്നുണ്ടോ, അറിയുന്നു അത് അറിയുന്നുണ്ടോ, അറിവിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉപലഭതേ നിഷ്കളം സർവാവയഭേദവർജിതം ധ്യായമാന. നിഷ്കള ബ്രഹ്മത്തെ, ഒരു അവയവി ഭേദമില്ലാത്ത ആ വസ്തുവിനെ, ഏകമേവാദ്വിതീയമായ വസ്തുവിനെ ധ്യാനിക്കുക. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ, ധ്യാനം എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ആ വസ്തുവല്ലല്ലോ, അതിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളിന് ഇതിങ്ങനെ വ്യക്തമായി അറിയാൻ സാധിക്കും. പശ്യതി ഉപലഭതേ നിഷ്കളം സർവാവയഭേദവർജിതം ധ്യായമാന സത്യാദി സാധനവാൻ ഉപസംഹൃതകരണ ഏകാഗ്രേണ മനസാ ധ്യായമാന ചിന്തയൻ. സത്യാദി സാധനവാൻ, നേരത്തെ പറഞ്ഞു സത്യമാണ് ഒരു പ്രധാന സാധനം. ആ സത്യ ആകുന്ന സാധനയോട് കൂടിയവൻ ഉപസംഹൃതകരണ എല്ലാ കരണങ്ങളെയും, അതായത് ബാഹ്യകരണങ്ങളെയും അന്ധകരണത്തെയും എല്ലാം ഉപസംഹരിച്ച് ആ ഭഗവാനിലേക്ക് എത്തിക്കണം, ആ ജ്ഞാനസ്വരൂപത്തിലേക്ക് എത്തിക്കണം. അതിനെ ധ്യാനിക്കാനേ നമുക്ക് ജീവന് പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ജീവഭാവവും അസ്തമിച്ച് ഞാൻ എന്നുള്ള ആ അഹങ്കാരവും അസ്തമിച്ച് ആ ശരിയായ ജ്ഞാനസ്വരൂപം പ്രകാശിക്കും. സത്യാദി സാധനവാൻ ഉപസംഹൃതകരണ ഏകാഗ്രേണ മനസാധ്യായമാന ചിന്തയൻ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരാളിന് തം പശ്യതേ, ആ വിശുദ്ധ സത്വനായിരിക്കും. ജ്ഞാനപ്രസാദം കൊണ്ട് ആ വിശുദ്ധ സത്വൻ, വിശുദ്ധമായ അന്ധകരണത്തോടു കൂടിയവന് ആ അന്ധകരണത്തിൽ ഒരു പ്രതിബന്ധമില്ലാതെ പ്രകാശിക്കുന്ന ആ ഈശ്വര സ്വരൂപം, ഈശ്വരൻ്റെ ഈ ബ്രഹ്മത്തിൻ്റെ ശരിയായ ബ്രഹ്മത്തെ കാണാൻ പറ്റത്തില്ല. അന്ധകരണത്തിൽ വരുന്ന ആ ഒരു പക്ഷെ പ്രതിബിംബം എന്നൊക്കെ പറയുമ്പോഴും സമാനാധികരണം എന്ന് പറയും. രണ്ടും ഒരു അധികരണത്തിലേക്ക്. അപ്പം ഭിത്തിയിലൊരു പ്രകാശമുണ്ട്, ഒരു കണ്ണാടി വെച്ചാൽ സൂര്യപ്രകാശം കൂടുതലായിട്ട് പ്രകാശം. അപ്പോൾ അത് രണ്ടും ഒരു സ്ഥലത്താണല്ലോ ഇരിക്കുന്നത്. ആ സാമാന്യ പ്രകാശത്തിലാണ് വിശേഷപ്രകാശം വന്നത്, അതുകൊണ്ടറിയുന്നു. അതുപോലെ വിശേഷപ്രകാശമായ ജീവൻ സാമാന്യ പ്രകാശത്തിൽ ഇരിക്കുന്നത് അറിയാൻ സാധിക്കും തപസ്സുള്ളവന്. തപസ്സാ വേദിതല്ല, തപസ്സുകൊണ്ടറിയാൻ സാധിക്കും. തപസ്സുള്ള ആ മനസ്സിന്, ആ സംസ്കൃതമായ മനസ്സിന് ആ ആത്മഭാവം ദർശിക്കാൻ സാധിക്കും. ന ചക്ഷുഷാ ഗൃഹ്യതേ നാഭിവാച നാന്യേർദേവൈസ്തപസാ കർമ്മണാ വാ ജ്ഞാനപ്രസാദേന വിശുദ്ധസത്വസ്തപസ്തുതം പശ്യതേ നിഷ്കളം ധ്യായമാനഃ. ഏഷോണുരാത്മാ ചേതസാ വേദിതവ്യോ യസ്മിൻ പ്രാണഃ പഞ്ചധാ സംവിവേശ പ്രാണൈശ്ചിത്തം സർവമോദം പ്രജാനാം യസ്മിൻ വിശുദ്ധേ വിഭവത്യേഷ ആത്മാ. ഏഷഃ അണുഃ ആത്മാ ചേതസാ വേദിതവ്യഃ യസ്മിൻ പ്രാണ പഞ്ചധാ സംവിവേശ പ്രാണൈഃ ചിത്തം സർവം ഓദം പ്രജാനാം യസ്മിൻ വിശുദ്ധേ വിഭവതി ഏഷ ആത്മാ. ഏഷഃ അണു ആത്മാ. ഏഷ ആത്മാ അണുഃ. ഇത് നേരത്തെ പറഞ്ഞു, അണോരണി ഏറ്റവും അണുവാണ്, ഏറ്റവും സൂക്ഷ്മമാണ്. പക്ഷേ അതിനെ ചേതസാ വേദിതവ്യഃ, ചേതസ് കൊണ്ടാണ്, മനസ്സ് അന്ധകരണം കൊണ്ടാണ് അറിയേണ്ടത്. യസ്മിൻ പ്രാണ പഞ്ചധാ സംവിവേശ. എവിടാണ് അത് അറിയേണ്ടത്? യസ്മിൻ പ്രാണ പഞ്ചധാ സംവിവേശ. എവിടെയാണോ പ്രാണൻ, 5 വിധത്തിലുള്ള പ്രാണൻ സന്നിവേശിച്ചിരിക്കുന്നത്. എവിടെയാണ് സന്നിവേശിച്ചിരിക്കുന്നത്? പ്രാണൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ. ഉദാനനൊടുവില്ല. പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ. ഇങ്ങനെ 5 പ്രാണന്മാർ. ഒരേ പ്രാണനാണല്ലോ 5 വ്യാപാരം. ഇത് എവിടാണോ യസ്മിൻ പ്രാണ പഞ്ചധാ സന്നിവേശ, ഈ 5ആയിട്ട് എവിടെയാണോ സന്നിവേശിച്ചിരിക്കുന്നത്? എവിടെയാണ് സന്നിവേശിച്ചിരിക്കുന്നത്? നമ്മുടെ ശരീരത്തിലാണ്. അതാണ് ഗുരുവായൂർ.
യസ്മിൻ പ്രാണസ് പഞ്ചധാ സന്നിവേശ പ്രാണൈശ്ചിത്തം സർവമോദം പ്രജാനാം ചിത്തം പ്രാണൈഹി സർവമോദം. നമ്മുടെ മനസ്സുണ്ടല്ലോ, അത് പ്രാണൈഹി ഓദം. നമ്മുടെ അന്ധകരണം എന്ന് പറയുന്നത് ഈ പ്രാണങ്ങൾ ഓതപ്രോതം എന്നുള്ളത് സർവത്ര അവിടെ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ അന്ധകരണം മനസ്സിലും വ്യാപിച്ചിരിക്കുകയാണ്, സർവത്ര വ്യാപിച്ചിരിക്കുന്നു. യസ്മിൻ വിശുദ്ധേ വിഭവത്യേഷ ആത്മാ. യസ്മിൻ വിശുദ്ധേ, ആ ചിത്തം എപ്പോഴാണോ ശുദ്ധമായിത്തീരുന്നത്, അപ്പം ഏഷ ആത്മാ വിഭവതി, അത് നല്ലതുപോലെ വിഭവതി വിശേഷേണ ഭവതി, നല്ലപോലെ പ്രകാശം. എപ്പോഴാണോ ചിത്തം വിശുദ്ധമായിത്തീരുന്നത്, എന്താ പറഞ്ഞത് തന്നെയാണ്, പ്രകാശിക്കും. ഏഷ അണുഹു സൂക്ഷ്മ ചേതസ വിശുദ്ധജ്ഞാനേന കേവലേന വേദിതവ്യ. ഈ ആത്മാവ് വളരെ സൂക്ഷ്മമാണ്, വിശുദ്ധജ്ഞാനം കൊണ്ട് മാത്രം അറിയപ്പെടേണ്ടവനാണ്. എവിടെയാണ് അറിയേണ്ടത്? യസ്മിൻ ശരീരം. ഈ ഉപനിഷത്തൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുകയാണ്, എവിടെയാണ് ഇരിക്കുന്നത് ഈശ്വരൻ, നിങ്ങൾ ഇവിടോട്ട് നോക്ക്. യസ്മിൻ ശരീരേ പ്രാണോ വായു പഞ്ചധ പ്രാണാപാനാദി ഭേദേന സന്നിവേശ സമ്യക് പ്രവിഷ്ട ശരിയായി പ്രവിഷ്ടമായിരിക്കുന്നു, ഇരിക്കുന്നത് എവിടാണോ. തസ്മിന്നേവ ശരീരേ ഹൃദയ ചേതസ ജ്ഞേയ ഇത്യർത്ഥ. ആ ശരീരത്തിൽ, ആ ഹൃദയത്തിൽ അറിയണം ഈ ആത്മാവിനെ. കീദൃശേന ചേതസ വേദിതവ്യ. എങ്ങനെയുള്ള മനസ്സായിരിക്കണം? പ്രാണൈഹി സഹ ഇന്ദ്രിയൈഹി ചിത്തം സർവം അന്ധകരണം പ്രജാനാം ഓതം വ്യാപ്തം ഏന ക്ഷീരമിവ സ്നേഹേന കാഷ്ടം ഇവ അഗ്നിന. ഈ ക്ഷീരം, പാലിലെ നെയ്യ് സർവത്ര വ്യാപിച്ചായിരിക്കുന്നു. അതുപോലെ അഗ്നി പറകിലൊക്കെ ഇങ്ങനെ സർവത്ര വ്യാപിച്ചില്ല, നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അവിടെ ഉണ്ട്, പക്ഷേ അറിയാൻ സാധിക്കുന്നില്ല. അതേപോലെ പ്രാണൈഹി സഹ ഇന്ദ്രിയൈഹി ചിത്തം സർവം ഓതം. നമ്മുടെ ശരീരം നമ്മുടെ ചിത്തം, അന്ധകരണം എന്ന് പറയുന്നത് ഈ പ്രാണനും ഇന്ദ്രിയങ്ങളും ഇതിൽ വ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ ഇത് രണ്ടും വ്യാപിച്ചാണ് ഇരിക്കുന്നത്. അതിനെ അറിയാൻ സാധിക്കുന്നില്ല. കാരണം വിറകിൽ അഗ്നി എന്ന പോലെ അത് അന്തർഹിതമാണ്, അവിടെ ഉണ്ട്, പക്ഷേ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ അന്ധകരണത്തിൽ ഈ ഒരു സാന്നിധ്യമുണ്ട്, പക്ഷേ നമുക്കതിനെ അറിയാൻ സാധിക്കുന്നില്ല. പ്രാണൈഹി സഹ ഇന്ദ്രിയൈഹി ചിത്തം സർവം അന്ധകരണം പ്രജാനാം ഓതം വ്യാപ്തം ഏന ക്ഷീരമിവ സ്നേഹേന കാഷ്ടമിവ അഗ്നിന. സർവം ഹി പ്രജാനാം അന്ധകരണം ചേതനാവൽ പ്രസിദ്ധം ലോകെ. സർവം ഹി പ്രജാനാം അന്ധകരണം ചേതനാവൽ. ഈ സർവ്വ ആളുകളുടെയും അന്ധകരണം ചേതനയുള്ളതാണ്. അതുകൊണ്ട്, അതായത് മനസ്സുകൊണ്ടാണ് അറിയുന്നത്, മറ്റെങ്ങും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ശരീരം, സ്ഥൂല ശരീരമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊന്നും നമുക്ക് അതുകൊണ്ടല്ല അറിയുന്നത്, മനസ്സുകൊണ്ടാണ് അറിയുന്നത്. നമ്മൾ എവിടെയായിരുന്നു എടുത്തത് എല്ലാം അന്ധകരണമെന്ന് പറയുമ്പോഴേ, നമ്മുടെ പുറത്തൊരാൾ എന്തെങ്കിലും ഒന്ന് വീഴുകയാണെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്നില്ല, പക്ഷേ പുറത്തിന്നത് ഇന്നതായിരിക്കും എന്ന് നമ്മളൊരു ഈ ഒരു ഉറുമ്പ് കടിച്ചാലും പഴുതാര അടിച്ചാലും കടി കൊള്ളുമ്പോൾ അറിയാൻ സാധിക്കും വേറെ ഇരിച്ച്. ഒരു കട്ടുറുമ്പ് കടിച്ചാലും ഒരു ഉറുമ്പ് കടിച്ചാലും അപ്പം അവിടെ കൊണ്ടല്ല അറിയുന്നത്, മനസ്സാണ് അറിയുന്നത്. അപ്പോൾ ഇതാണ് കടിച്ചതെന്നുള്ള ബുദ്ധിയിൽ നിന്ന് വരുന്ന ഒരു വിഷയം. അതുപോലെ എല്ലാ അറിവുകളും അവിടാണുള്ളത്. അവിടുന്ന് പ്രധാന അന്ധകരണം ചേതനാവൽ പ്രസിദ്ധം ലോകെ. അന്ധകരണമാണ് ചേതനയോടുകൂടിയിരിക്കുന്നത്. ചേതനാവൽ യസ്മിൻശ്ച ചിത്തേ ക്ലേശാദിമലവിയുക്തേ ശുദ്ധേ വിഭവതി ഏഷ ഉക്ത ആത്മാ വിശേഷേണ സ്വേനാത്മന വിഭവതി ആത്മാനം പ്രകാശേതി ഇതിയർത്ഥം. യസ്മിൻശ്ച ചിത്തെ, ഇപ്പം എല്ലാം വ്യാപിച്ചിരിക്കുന്നത് യാതൊരു ചിത്തത്തിലാണോ ആ ചിത്തം ക്ലേശാദി മലവിയുക്തെ. ക്ലേശം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ക്ലേശം? അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, ഇത്രയാണ് ക്ലേശം. അവിദ്യയാണ് എല്ലാത്തിനും കാരണം.
കാരണം അവിദ്യ എന്ന് പറഞ്ഞാൽ അറിവില്ല എന്നല്ല അർത്ഥം, വിപരീത ബോധം. വിപരീത ബോധം എന്നും ഈശ്വൽ ബോധം എന്നൊക്കെ അർത്ഥം. പക്ഷെ നമ്മളൊന്നിനെ വിപരീതമായിട്ട് ധരിക്കും, ഇതിനെ ഇതല്ലാത്തതായിട്ട് ധരിക്കും അവിദ്യ. അതുകൊണ്ടാണ് അസ്മിത ഉണ്ടാകുന്നത്, ഞാനാണിതെന്നുള്ള ഒരു അഭിമാനം, രാഗം. അങ്ങനെ അഭിമാനം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് രാഗം, അനേക വിഷയങ്ങളോട് അഭിനിവേശം ഉണ്ടാകും. രാഗം അത് സാധിച്ചില്ലെങ്കിൽ ദ്വേഷം, സാധിക്കാത്തവരോട് നമുക്ക് ദ്വേഷം, അഭിനിവേശം, ഒരിക്കലും മരിക്കരുതെന്നുള്ള ഒരാഗ്രഹം. ഇതൊക്കെയാണ് നമ്മുടെ ക്ലേശങ്ങളെന്ന് പറയുന്നത്. ക്ലേശത്തിൽ നമ്മൾ ഏത് ക്ലേശത്തിൻ്റെ അടിസ്ഥാനം നോക്കിയാൽ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഇതിന് എല്ലാം കാരണം അവിദ്യയാണ്. അങ്ങനെ ക്ലേശാദി മലവിയുക്തേ, ഈ ക്ലേശങ്ങളൊന്നും ഇല്ലാത്ത ശുദ്ധമായ ചിത്തത്തിൽ ഏഷ ആത്മാ വിഭവതി വിശേഷേണ ഭവതി, അവിടെ വിശേഷമായിട്ട് ഭവിക്കുന്നു, അറിയാൻ സാധിക്കും. യാതൊരുവിധ ക്ലേശങ്ങളുമില്ലാത്ത അന്ധകരണത്തിൽ ഈ ആത്മാവിനെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. സ്വയനാത്മന വിഭവതി ആത്മാനം പ്രകാശേതീത്യർത്ഥ, ആ അന്ധകരണത്തിൽ ആ ആത്മസ്വരൂപം പ്രകാശിച്ച് നിൽക്കും, അതിനെ അറിയാൻ സാധിക്കും, തപസ്സുകൊണ്ട് അറിയാൻ സാധിക്കും. ഏഷോണുരാത്മാ ചേതസാ വേദിതവ്യോ യസ്മിൻ പ്രാണപഞ്ചധാ സംവിവേശ പ്രാണൈശ്ചിത്തം സർവമോദം ഗജാനാം യസ്മിൻ വിശുദ്ധേ വിഭവത്യേഷ ആത്മാ യം യം ലോകം മനസാ സംവിഭാതി വിശുദ്ധസത്വകാമേദേയാംശ്ച കാമാൻ തം തം ലോകം വേദേതാംശ്ച കാമാൻ തസ്മാദാർച്ചയേദ്ഭൂതികാമാൻ. യം യം ലോകം മനസാ സംവിഭാതി വിശുദ്ധസത്വഃ കാമേദേ യാൻ ച കാമാൻ തം തം ലോകം ജേതേ താൻ ച കാമാൻ തസ്മാത് ആത്മജ്ഞം ഹി അർച്ചയേത് ഭൂതികാമാൻ. യം യം ലോകം മനസാ സംവിഭാതി വിശുദ്ധസത്വഃ, വിശുദ്ധസത്വം, ഇങ്ങനെ അന്ധകരണ ശുദ്ധി നേടിയ ഒരാൾ യം യം ലോകം മനസ്സാ സംവിധാനം, ഏത് ലോകത്തെയാണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ അയാൾക്ക് സ്വർഗത്തിൽ പോകണം, അല്ലെങ്കിൽ ബ്രഹ്മലോകത്തിൽ പോകണം, ഇങ്ങനെ ഏത് ലോകത്തെ ആഗ്രഹിക്കുന്നു അതിനെ കാമേതേ യാംശ്ച കാമൻ, ഏതൊക്കെ കാമങ്ങളെ ഇയാൾ ആഗ്രഹിക്കുന്നു. വിശുദ്ധ സത്വൻ ആപ്തകാമനായിരിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പ്രാരബ്ധവശാൽ, അന്യരുടെ പ്രാരബ്ധവശാൽ, പരേച്ഛാപ്രാരബ്ധം എന്നൊന്നുണ്ടല്ലോ, അങ്ങനെ വല്ലതും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തം തം ലോകം ചെയ്ത് അവിടെ അയാൾക്ക് കിട്ടുന്നുണ്ട്. എന്തയാൾ ആഗ്രഹിക്കുന്നു അയാൾക്ക് കിട്ടുന്നു. താംശ്ച കാമ, ഏത് കാമം വേണമെന്ന് വിചാരിക്കുന്നു അത് ലഭിക്കുന്നുണ്ട്. തസ്മാത് ആത്മജ്ഞം ഹി അർച്ചയേത് ഭൂതികാമ, അതുകൊണ്ട് ഭൂതികാമൻ, ഐശ്വര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ, ഇങ്ങനെയുള്ള പുരുഷനെ അർച്ചയെ പൂജിക്കണം, ഇവരെ അർച്ചിക്കണം, പൂജിക്കണം. സ ഏവം ഉക്തലക്ഷണം സർവാത്മാനം ആത്മത്വേന പ്രതിപന്നഃ തസ്യ സർവാത്മത്വാദേവ സർവാവാപ്തിലക്ഷണം ഫലം ആഹ. സർവാവാപ്തി, അദ്ദേഹം സർവാത്മാവായതുകൊണ്ട് എല്ലാം അദ്ദേഹത്തിന് പ്രാപിച്ചിരിക്കുകയാണ്, എന്തും അദ്ദേഹത്തിനുണ്ട്. യം യം ലോകം പിത്രാദിലക്ഷണം മനസാ സംവിഭാതി സങ്കല്പേതി മഹ്യം അന്യസ്മൈവ. ഇപ്പോൾ തനിക്ക് ആ ലോകം വേണമെന്നോ അല്ലെങ്കിൽ അന്യനാ ലോകം വേണമെന്നോ ആഗ്രഹിച്ചാൽ അതെല്ലാം ഭവേദ, പ്രകാരം ഭവിക്കും. വിശുദ്ധ സത്വ ക്ഷീണക്ലേശ ആത്മവിത് നിർമ്മല അന്ധകരണ, ആത്മവിത്ത് നിർമ്മല അന്ധകരണമായിരിക്കും, ക്ഷീണക്ലേശനായിരിക്കും, ക്ലേശമില്ല, വിഷയങ്ങളില്ലാത്ത നിർമ്മലമായ അന്ധകരണത്തോടു കൂടിയവൻ. കാമേതേ യാംശ്ച കാമാൻ, യാതൊക്കെ കാമങ്ങളെ കാമിക്കുന്നു. ഭോഗഃ തം, ഏത് ഭോഗം, കാമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് ഭോഗം വേണമെന്ന് ആഗ്രഹിക്കുന്നു അതിനെ ജയതേ, അതിനെ കിട്ടുന്നു. പ്രാപ്നോതി, എന്ത് ലോകം വേണമെന്ന് ആഗ്രഹിക്കുന്നു, എന്ത് കാമം വേണമെന്ന് ആഗ്രഹിക്കുന്നു അതിനെയൊക്കെ അയാൾ പ്രാപിക്കുന്നു. കാരണം എല്ലാം അയാൾക്ക് അധീനമാണ്. തസ്മാത് വിദുഷഃ സത്യസങ്കല്പത്വാത് സത്യസങ്കല്പത്വാത് ആത്മജ്ഞാനേന വിശുദ്ധ അന്ധകരണം ഹർച്ചയേത് പൂജയേത്. പാദപ്രക്ഷാളന ശുശ്രൂഷ നമസ്കാരാദി ആദിഭിർ
ഭൂതികാമോ വിഭൂതി ഇച്ഛുഹു. ഭൂതികാമൻ എന്നതുകൊണ്ട് വിഭൂതി ഇച്ഛുഹു, വിഭൂതിയെ ആഗ്രഹിക്കുന്നത്, ഐശ്വര്യം ആഗ്രഹിക്കുന്നത്. തതഃ പൂജാർഹായ വാസോ. തസ്മാത് വിദുഷഃ സത്യസങ്കല്പത്വാത് ആത്മജ്ഞാനേന വിശുദ്ധാന്തകരണം. ആത്മജ്ഞം എന്ന് പറയുമ്പോൾ ആത്മജ്ഞാനം കൊണ്ട് വിശുദ്ധമായ അന്ധകരണത്തോടു കൂടിയ അയാളെ പൂജിക്കണം. പൂതികാമൻ ഐശ്വര്യം ആഗ്രഹിക്കുന്ന ആൾ, അങ്ങനെയുള്ള ആളുകളെ ആദരിക്കണം. ഒരു ഫലശ്രുതിയാണ്. യം ലോകം മനസാ സംവിഭാതി വിശുദ്ധസത്വകാമേദേയാംശ്ചരാമൻ തം ലോകം ദേവേനാംശ്ചകാമാൻ ആത്മജ്ഞം ചേത്പൂജികാമഃ. ഓം ഭദ്രം ഓം ശാന്തി ശാന്തി ശാന്തി.